നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ ജനങ്ങൾ ഇത്തവണ അക്ഷരാർത്ഥത്തിൽ അവരുടെ ചിഹ്നമായ ചൂലുകൊണ്ട് തൂത്തെറിയുകയായിരുന്നു. കഴിഞ്ഞ തവണ 70-ൽ 62 സീറ്റുണ്ടായിരുന്ന പാർട്ടി ഇത്തവണ 22 സീറ്റിൽ ഒതുങ്ങി. 8 സീറ്റ് മാത്രം കയ്യിലുണ്ടായിരുന്ന BJP 27 വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിൽ എത്തിയതാവട്ടെ 48 സീറ്റുമായി. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാണ് പഴമൊഴി. ഡൽഹിയിലെ ജനങ്ങൾ ഇതിന് പുതിയ വ്യാഖ്യാനം നൽകുകയാണ്. ജനങ്ങളെ ആപ്പ് പറ്റിച്ചാൽ ആപ്പിനെ BJP തറ പറ്റിക്കുമെന്ന് സാരം. ഈ വിഷയമാണ് ഇന്നത്തെ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നുസ്രത്ത് ജഹാൻ. എല്ലാ അതിഥികൾക്കും സ്വാഗതം. അതേപോലെ തന്നെ ഈ ചർച്ച വീക്ഷിക്കുന്ന പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, വെറുതെ ഒരു രാഷ്ട്രീയ ചർച്ച എന്നതിലുപരി ആം ആദ്മി പാർട്ടിയുടെ ഇത്തവണത്തെ പരാജയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതായത് നിരവധി വാഗ്ദാനങ്ങൾ നൽകി 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ബ്യൂറോക്രാറ്റിൽ നിന്നും നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ആം ആദ്മി പാർട്ടി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയെടുത്ത് രാഷ്ട്രീയത്തിൻ്റെ നിലവിലുള്ള മുഖങ്ങളെയെല്ലാം മാറ്റിമറിച്ച് അരക്കയ്യൻ ഷർട്ടുമിട്ട് ഇൻസൈഡ് പോലും ചെയ്യാത്ത പാൻസ് ധരിച്ച് സാധാരണക്കാരുടെ ബോൾ പെൻ പോക്കറ്റിലിട്ട് സാധാരണക്കാരുടെ വാഹനത്തിൽ മാത്രം സഞ്ചരിക്കുന്ന, കുടുംബസമേതം സിനിമ കാണാൻ വരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അവിടുന്ന് അദ്ദേഹം വളരെയധികം മാറി ഇത്തവണ ജനങ്ങൾ അദ്ദേഹത്തെ തറപറ്റിച്ചു, തൂത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. എങ്ങനെ വിലയിരുത്തുന്നു ഡൽഹിയിലെ ഇത്തവണത്തെ ജനവിധി? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഡൽഹിയിലെ ഇക്കൊല്ലത്തെ ജനവിധിയിൽ BJP ആഹ്ലാദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും ഇത് വിജയിയുടെ അവകാശമാണ് ആഹ്ലാദം എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടെ നാം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടതാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു നികുതി ഉദ്യോഗസ്ഥൻ, ടാക്സുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ജോലി ഉണ്ടായിരുന്നത്. സവിശേഷമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതിന് പിന്നിലുണ്ടായിരുന്നത് അണ്ണാ ഹസാരിയുടെ ആ വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കടന്ന രാഷ്ട്രീയ നേതാവായി മാറിയ അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ആചാര്യനെന്നോ രാഷ്ട്രീയ ഗുരുവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന അണ്ണാ ഹസാരെ അന്ന് തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു, ഇപ്പോഴും തള്ളിപ്പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം എന്നുള്ളത് അത് അണ്ണാ ഹസാരയ്ക്ക് എന്തെങ്കിലും വിഷമമുള്ളത് കൊണ്ടല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ കേവലമായ ചില വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ചില അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു, വലിയ വിജയം നേടി. അദ്ദേഹത്തിന് ദീർഘകാലം BJP ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കാൻ കഴിഞ്ഞു. ഷീലാ ദീക്ഷിതിൻ്റെ ഒക്കെ അന്നത്തെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ ഒരു സമാനതയുള്ളത്, അന്ന് ഷീലാ ദീക്ഷിത് ഭരണം നഷ്ടപ്പെട്ട് പുറത്തു പോയപ്പോൾ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വിധേയയായിരുന്നു. ഇന്നിപ്പോൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലെത്തിയ കെജ്രിവാളും അഴിമതിയുടെ പേരിൽ ദീർഘകാലം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി നേടിയെടുത്തു. മുന്നൊക്കെ പലതും നമുക്ക് വിശദീകരിക്കാൻ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ്. ജനങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴുള്ള ഒഴികഴിവുകളില്ല. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി ഭരണം നടക്കാത്ത അവസ്ഥയുണ്ട്. അവിടെ കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട്. കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ജയിലിലായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയെങ്കിൽ കേന്ദ്രം ഭരിക്കട്ടില്ല, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ ഭരിക്കട്ടെ എന്നും ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് ഓരോ പരാജയം ഉണ്ടാകുമ്പോഴും അവിടെ നിരവധിയായ കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെ വളരെ നിർവികാരതയോടെ അപഗ്രഥിക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക.
അതെ, അത് കൃത്യമായി ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പേരിൽ മാത്രം അത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. നിരവധി കാരണങ്ങളുണ്ട്. ജനങ്ങൾ കൃത്യമായി വിധി എഴുതുന്നു. ഓരോ തവണയും തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി വിധി എഴുതുന്നു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയോ ഇല്ലയോ, ആരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കുറ്റക്കാർ, ഇതൊക്കെ ജനം അവരുടെ കോടതിയിൽ വിലയിരുത്തും. അവർ കൃത്യമായി അതിന് വിധി പറയും. അവർ വിധി പറയുന്നത് 5 വർഷം കൂടുമ്പോഴാണ്, തങ്ങളുടെ വിരൽത്തുമ്പിലാണ്, തങ്ങളുടെ ബാലറ്റിൽ തങ്ങളുടെ ജനഹിതം അവർ രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ വരുന്നതും. എങ്ങനെയാണോ അധികാരത്തിൽ, എത്രമാത്രം ഭൂരിപക്ഷത്തോടെയാണോ അധികാരത്തിലേറുന്നത്, അതേ വീര്യത്തോടു കൂടി തന്നെ നിലംപരിശാകുന്ന കാഴ്ച നമ്മൾക്ക് പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് S. ജയസൂര്യൻ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണ്. ഡൽഹിയിലെ ജനങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി അടക്കം അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അവശ്യ ഘടകങ്ങൾക്കെല്ലാം നിരവധി സൗജന്യങ്ങൾ വാരി നൽകിയാണ് അരവിന്ദ് കെജ്രിവാൾ പുതിയൊരു രാഷ്ട്രീയ മുഖം അവതരിച്ചത്. 3 തവണ അവർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. പക്ഷേ ഇത്തവണ സമ്പൂർണ്ണമായി അദ്ദേഹത്തെ തൂത്തെറിയുന്ന ഒരു സാഹചര്യം. ഇവിടെ BJP അധികാരത്തിലേക്ക് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPയുടെ പ്രകടന പത്രിക പരിശോധിക്കുമ്പോഴും നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അതിൽ കറണ്ട് വൈദ്യുതിയുടെ സൗജന്യമുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ വീട്ടമ്മമാർക്ക് 2500 രൂപ വീതം മാസം നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അത്തരത്തിൽ നിരവധി പദ്ധതികൾ, സൗജന്യങ്ങൾ ഒക്കെ പ്രഖ്യാപിച്ചാണ് അധികാരത്തിലേറുന്നത്. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടപ്പാകുമെന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. അതിന് മധ്യവർഗത്തിൻ്റെ ടാക്സ് കൂടുതൽ പിരിക്കേണ്ടതുണ്ട്. കൂടുതൽ പണമുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിൽ അവരിൽ നിന്നും പണം പിടിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവരുടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇതൊക്കെ രാഷ്ട്രീയ തന്ത്രമാണ്. ചില സൗജന്യങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് അധികാരത്തിൽ വരുന്നതും. ഇത്തവണ BJP അധികാരം നേടുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പായില്ല എന്ന് പറഞ്ഞതിനൊപ്പം ചില സൗജന്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചതും BJPക്ക് ഗുണമായിട്ടില്ലേ അഡ്വക്കേറ്റ് S. ജയസൂര്യൻ? അങ്ങനെ പൂർണ്ണമായി നമുക്ക് പറഞ്ഞുകൂടാ. കാരണം സൗജന്യങ്ങളുടെ മാത്രം തണലിലല്ല ജനങ്ങൾ ഈ തീരുമാനമെടുത്തത്. സൗജന്യങ്ങൾ ലഭിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എന്തിനാണ് ഈ സൗജന്യങ്ങൾ? അത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടില്ല, ദുസ്സഹമായി മാറുകയും ചെയ്തു. സൗജന്യമായി വൈദ്യുതി കിട്ടിയെന്ന് പറയുമ്പോൾ 200 യൂണിറ്റ് വരെ ഉള്ളവർക്കാണ് സൗജന്യമായി വൈദ്യുതി കിട്ടിയത്. അതിനു മുകളിലേക്ക് ബിസിനസ്സുകാരും വ്യവസായികളും ചെറുകിട സംരംഭകരും ഉപയോഗിച്ചിരുന്ന വൈദ്യുതിക്ക് ചാർജ് വർദ്ധിപ്പിച്ചു. അങ്ങനെ അവരിൽ നിന്നും ചാർജ് വർദ്ധിപ്പിച്ച് അധികമായി കിട്ടിയ പണം ചെറുകിടക്കാർക്ക്, പാവങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തോന്നും ശരിയല്ലേ, അതിലെന്താ തെറ്റൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഡൽഹിയിൽ സംഭവിച്ചത് എന്താണ്? ഈ പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് സൗജന്യ വൈദ്യുതി കിട്ടിയപ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ അമിതമായ വൈദ്യുതി ചാർജ് മൂലം ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് അവരുടെ യൂണിറ്റുകൾ മാറ്റി, ചെറുകിട ഫാക്ടറികൾ മാറ്റി. അപ്പോൾ ഫരീദാബാദിലും അതല്ലെങ്കിൽ നോയിഡയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഡൽഹിക്ക് പുറത്തേക്ക് അവർക്ക് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഫാക്ടറികളും യൂണിറ്റുകളും അങ്ങോട്ട് മാറിയപ്പോൾ ജനങ്ങൾക്ക് മാറാൻ പറ്റില്ലല്ലോ, അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ സൗജന്യമായി വൈദ്യുതി കിട്ടി, പക്ഷെ കിട്ടിക്കൊണ്ടിരുന്ന മാസ ശമ്പളം കട്ടായി. എങ്ങനെ ജീവിക്കും? അതൊരു കാരണം. മറ്റൊന്ന്, ഈ സൗജന്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ജീവിത നിലവാരം എങ്ങനെയായിരുന്നു? ആ ജീവിത നിലവാരം ഗുഡ്ഗാവിലേക്ക് നോക്കുമ്പോൾ, നോയിഡയിലേക്ക് നോക്കുമ്പോൾ, ഫരീദാബാദിലേക്ക് നോക്കുമ്പോൾ ഡൽഹിക്ക് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വികസിക്കുന്നു. അവിടെ വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും അതുപോലെ തന്നെ ശുചീകരണവും ഒക്കെ ഭംഗിയായി നടക്കുന്നു. നല്ല ഒരു നഗര അന്തരീക്ഷം, ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ ഡൽഹി ഒരു ചവറ് കൂമ്പാരമായി മാറുകയായിരുന്നു. അവിടെ വെള്ളം വീണാൽ ഭൂഗർഭ ഇലക്ട്രിക് കേബിളുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു. ഇത് അവിടുത്തെ നിത്യ പരിപാടിയായി മാറി. പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും പവർ കട്ട് വരുന്നു. കൃത്യമായ ജലവിതരണം നടക്കുന്നില്ല, ശുദ്ധജലം കുടിക്കാൻ കിട്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റ് സ്കൂളിലും കോളേജിലും ഫാക്ടറികളിലും ഓഫീസുകളിലേക്കും ഓടുന്ന ഡൽഹിയിലെ ആൾക്കാർ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ വെള്ളമില്ല, അല്ലെങ്കിൽ വൈദ്യുതിയില്ല. അവരുടെ ജീവിതം താറുമാറായി. ഇതാണ് കേജ്രിവാളിന്റെ ഭരണം കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. പൊട്ടിപ്പൊളിഞ്ഞ നഗര റോഡുകൾ ഇന്ന് ഡൽഹിയുടെ ദയനീയാവസ്ഥ നമ്മളെ വിളിച്ചു കാണിക്കുന്നുണ്ട്. അപ്പോൾ ദുസ്സഹമായ ഒരു നഗരം, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു നഗരം,
അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ശ്വസിക്കാനും കൊള്ളില്ല, കുടിക്കാനും കൊള്ളില്ല. അവസാനം നിർക്കക്കള്ളിയില്ലാതായപ്പോൾ എന്താ പറഞ്ഞത്? തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്ന് വരുന്ന യമുന നദിയിൽ അവർ വിഷം കലക്കുകയാണ്. അവസാനം ഹരിയാനയിലെ മുഖ്യമന്ത്രിക്ക് യമുനയിലെ വെള്ളം കുടിച്ചു കാണിക്കേണ്ടി വന്നു. കുടിച്ചു കാണിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ കള്ളം പൊളിഞ്ഞു. അപ്പോൾ കള്ളത്തരങ്ങൾ കൊണ്ട് നിത്യമായി എല്ലാ കാലവും നിലനിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? അണ്ണാ ഹസാരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റി. അങ്ങനെ ചെയ്യരുതെന്ന് അണ്ണാ ഹസാരെ പറഞ്ഞു, പക്ഷെ അത് ചെയ്തു. അങ്ങനെ ചെയ്ത് അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായി അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു മാർഗം തേടി. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മഹാരഥന്മാരായി പലരും വിട്ടുപോയി. അതിനുശേഷം പലപ്പോഴായി മറ്റു പലരും വിട്ടുപോയി. പതുക്കെ പതുക്കെ തുടർച്ചയായിട്ടുള്ള അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ആദർശമെല്ലാം മറന്നു, അധികാര കേന്ദ്രമായി മാറി, ഏകഛത്രാധിപതിയായി മാറി, ആരെയും അനുസരിക്കാതെയായി, സ്വന്തം ഇഷ്ടപ്രകാരം. നമുക്കറിയാമല്ലോ, 49 കോടി രൂപയാണ് ഔദ്യോഗിക വസതി മോഡി പിടിപ്പിച്ചതിന്. ഒളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയാൻ പോലും അത്രയും പണമാവില്ല. 49 കോടി രൂപ. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ, വിനോദ് പറഞ്ഞതുപോലെ, ഈ വാഗണാറിൽ നടന്നിരുന്ന മുറിക്കയ്യൻ ഷട്ടിട്ടിരുന്ന വള്ളിച്ചപ്പിൾ ധരിച്ചിരുന്നയാള് പിന്നീട് ധൂർത്തിന്റെ രാജാവായി മാറി. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലാണ് നടന്നത്. ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതൊക്കെ പോകട്ടെ, അതെല്ലാം ജനങ്ങൾ സഹിച്ചു. എന്നിട്ടാണല്ലോ മൂന്നാമതും അധികാരത്തിലേറ്റിയത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു വലിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. അഴിമതിയുടെ കാര്യത്തിൽ ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകുന്നു, ഉപമുഖ്യമന്ത്രി ജയിലിലേക്ക് പോകുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിച്ചിരുന്ന 4 മന്ത്രിമാര് ജയിലിലേക്ക് പോകുന്നു, ഒപ്പമുണ്ടായിരുന്ന 14 MLA-മാർ അവർക്കും എതിരെ കേസ് വരുന്നു. അങ്ങനെ 14 MLA-മാരും 4 മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിയും അടക്കമാണ് മുഖ്യമന്ത്രി ജയിലിലേക്ക് പോയത്. ആദർശമുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും അദ്ദേഹം പറയേണ്ടതല്ലേ, ഞാൻ അധികാരം വിട്ടൊഴിയുന്നു, ഞാൻ അഗ്നിശുദ്ധിയോടെ തിരിച്ചു വരുന്ന കാലത്ത് മാത്രമേ ഈ അധികാര കസേരയിൽ തൊടൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം അധികാര കസേരയും കൊണ്ട് ജയിലിലേക്ക് പോയി. ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പദം കൈയാളാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുമ്പോൾ ആ അധികാര കസേരയോടുള്ള ആർത്തി ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടോ ധർമ്മത്തോടോ ഉള്ള കൂറുപോട്ടെ, അത് വേണ്ട. പക്ഷേ ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വ്യക്തിയാണ്, എനിക്ക് ഇവിടുത്തെ ഭരണഘടനയോടും നിയമ സംവിധാനങ്ങളോടും വിധേയത്വമുണ്ട് എങ്കിൽ അദ്ദേഹം മാന്യമായി രാജിവെക്കണ്ടേ? രാജിവെക്കാൻ തയ്യാറായില്ലല്ലോ. അന്നൊക്കെ അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഏതായാലും ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ജനങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ ലോക റെക്കോർഡിട്ട ഒരു ഭരണാധികാരി ഏത് കാര്യത്തിന്റെ പേരിലാണോ അധികാരത്തിൽ വന്നത്, അഴിമതിയുടെ പേരിൽ അഴിമതിക്കാരെ തുടച്ചു നീക്കാനുള്ള ചൂലെടുത്തുകൊണ്ട് ചൂല് ചിഹ്നമാക്കിക്കൊണ്ടുവന്ന ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയാനൊന്നുമില്ല, പാർട്ടിയൊന്നുമില്ല, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ മുമ്പിൽ കയറി നിന്നു കൊടുത്തു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. പിന്നീട് ചെയ്തതെല്ലാം അങ്ങേയറ്റം ക്രിമിനൽ കുറ്റങ്ങൾ തന്നെയാണ്. എത്രയോ കോടതികളിൽ, എത്രയോ ജഡ്ജിമാരുടെ മുമ്പാകെ, എത്രയോ കേസുകളിൽ അദ്ദേഹം പോയി നിന്നു. ആരെങ്കിലും കുറ്റവിമുക്തനാക്കിയോ? എവിടെയെങ്കിലും FIR റദ്ദ് ചെയ്തോ? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നേരിടേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയപ്പോഴാണ് മന്ത്രിസഭാംഗങ്ങളും 14 MLA-മാരും അടക്കം ജയിലിലേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, ലോക റെക്കോർഡാണ് അഴിമതിയുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തൂത്തെറിഞ്ഞു. ഇത് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മാത്രം ഗതികേടല്ല, പഞ്ചാബിൽ അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ പാർട്ടി തന്നെ അപ്രസക്തമാകാൻ പോവുകയാണ്. ഇതൊരു പാർട്ടി ആയിരുന്നില്ല, ഇത് കേവലം ഒരു നാടകമായിരുന്നു. ആ നാടകത്തിനാണ് ഇപ്പോൾ തിരശീല വീണിരിക്കുന്നത്. ഇതൊരു നാടകമായിരുന്നു എന്നുള്ള തരത്തിലാണ് BJP അതിനെ വിശേഷിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഈ സർക്കാർ അല്ലെങ്കിൽ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആപ്പ് എന്ന് പറയുന്ന ദുരന്തത്തെ ഒഴിവാക്കിയ ജനങ്ങൾക്ക് നന്ദി പറയുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ഒരു വരി. നമുക്ക് കോൺഗ്രസ് പ്രതിനിധിയുണ്ട്, അതിനു മുമ്പായി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ശ്രീമതി നുസ്രത് ജഹാനിലേക്ക് വരാം. നുസ്രത് ജഹാൻ, അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്, അതിഷി നയിച്ച സർക്കാരിനെ അവിടുത്തെ ജനങ്ങൾ
മാറ്റി നിർത്തുന്നു. അതിഷ് വിജയിച്ചു, പക്ഷേ ഭൂരിപക്ഷം നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെടുന്നു. വനിതകൾക്ക് ഏത് പാർട്ടി ആയാലും, അത് കേരളത്തിലായാലും, നുസ്രത് ജഹാൻ നിങ്ങൾ പറയുന്നത് ഇത്ര കാലമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതികളാണ്. അത് രാഷ്ട്രീയത്തിലുപരിയായി LDF വന്നാലും UDF വന്നാലും കേന്ദ്രത്തിൽ ഇപ്പോൾ അങ്ങനെ പറയാനില്ല. രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിൽ വനിതകളുണ്ട്. മുഖ്യമന്ത്രിമാരെ എടുക്കൂ. നമ്മൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എടുത്താൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടാവും വനിതകൾ? അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും വനിതകളുടെ പിന്തുണ അവിടെ ഡൽഹിയിൽ ജനങ്ങൾ നൽകിയില്ല എന്നുള്ള തരത്തിലാണോ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്? കാരണം വനിതകൾക്ക് ശക്തമായ വോട്ടുണ്ട്, അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നവർ ആണ്. നമുക്കറിയാം സുഷമ സ്വരാജ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പരാജയപ്പെട്ടത് എങ്ങനെയാണ്? ഉള്ളിക്ക് വില കൂടിയതിൻ്റെ പേരിൽ സുഷമ സ്വരാജിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന ചരിത്രം ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ കൃത്യമായി സാധനങ്ങളുടെ വില, മാർക്കറ്റിലെ വില, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ വനിതകൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തത് കൊണ്ടാണ് ഈ സർക്കാർ പിന്നിലേക്ക് പോയതെന്ന് കരുതുന്നു, പ്രത്യേകിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത്? നുസ്രത് ജഹാൻ. വനിതകളുടെ കാര്യം എന്നല്ല, ഈ ഡൽഹിയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സെൻസ് ഉണ്ട്. അവരവസരം കൊടുക്കൂ, അവർക്ക് അത് അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനും അറിയാം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തുള്ളതിനേക്കാളും രാഷ്ട്രീയവും അതിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടറിഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമുള്ള ഡൽഹിനെ കാണുന്നതും ഇവിടെ സംഭവിക്കുന്നതും നേർക്കുനേരെ കാണുക. അപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടെ നേർക്കുനേരെ കാണുമ്പോ അവർക്ക് ജാതിയും മതവും സ്ത്രീ പുരുഷൻ എന്നൊന്നും ഭേദമില്ല, അതിനൊന്നും വ്യത്യാസം ഇല്ലാതെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് കറക്റ്റായിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തു. വനിതാ മുഖ്യമന്ത്രിനെ കിട്ടിയത് കൊണ്ട് ഡൽഹിക്കാർക്ക് ഒരു പ്രത്യേക ഗുണമൊന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഈ കഴിഞ്ഞ ജനങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഫ്രീ വേണ്ട, നല്ലത് മതി. കാരണം ഡൽഹിയിൽ സ്ത്രീകളും അധ്വാനിക്കുന്നവരാ. ഡൽഹിയിൽ ഇപ്പൊ ഏതൊരാളും ജോലി ചെയ്യാത്ത സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം അവൻ മാർക്കറ്റിൽ പോയി 10 രൂപയുടെ കച്ചവടം ചെയ്യണ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അത് അവന്റെ പോക്കറ്റ് മണിക്കുള്ള അവൻ ഉണ്ടാക്കുക ആ സമയത്ത്. അതുപോലെ സ്ത്രീകള്, ഒരാളും വെറുതെ നിൽക്കാത്ത ഒരു ഡൽഹിയിൽ അവർക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ഫ്രീന്റെ ആവശ്യമില്ല, ഉള്ളത് ഡീസന്റ് ആയിട്ട് കിട്ടണം എന്ന് മാത്രമേ ഡൽഹിക്കാർ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇലക്ട്രിസിറ്റീന്റെ കാര്യമാണെങ്കിൽ അത് അത്ര യൂണിറ്റ് ഉള്ള എത്ര പേരുണ്ടാവും? അങ്ങനെ ആ ലെവലിലാണ് അത് പോയത്. വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കൂടിയ കാലത്ത് പോലും മറ്റുള്ള സംസ്ഥാനത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എയർ പൊല്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരുപാട് പദ്ധതികൾ ചെയ്യായിരുന്നു ഇവിടെ 10-15 വർഷം കൊണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ പോലും ഇല്ലാതെ ഏറ്റവും അധികം പൊല്യൂഷനും ഏറ്റവും അധികം അസുഖങ്ങളും ബാധിച്ച ഒരു സിറ്റി. ഈ എന്താ പറയാ, വെള്ളത്തിനെ കുറ്റം പറഞ്ഞ് വിഷമുള്ളത് കൊണ്ടാണെന്ന്. വിഷമുള്ള വെള്ളത്തിനെ കുറ്റം പറഞ്ഞ ആള് ഇവിടെ വിഷമാണ് വിറ്റിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിക്കർ സ്കാം നടന്നത് ഡൽഹി മുഖ്യമന്ത്രിയാ. ലിക്കർ വിമുക്ത ഡൽഹി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കോൺഗ്രസ് വിമുക്ത ആപ്പ് വിമുക്ത ഡൽഹി ആയിപ്പോയി ലാസ്റ്റ്. അതാപ്പ ഉണ്ടായേ. അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഡ്രഗും എല്ലാ കാര്യങ്ങളും സർവ വ്യാപകമായി കാണുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇദ്ദേഹം ചെയ്ത ഒരു സ്കാം അതന്നെ കാരണം ഏറ്റവും അഴിമതി രഹിതമായിട്ട് വന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഴിമതി കാണിക്കുക, പുറത്ത് വേറൊരു മുഖവും അകത്ത് വേറൊരു മുഖവും കാണിക്കുന്ന ഒരു കെജ്രിവാളിനെയാണ് ഡൽഹിക്കാർ കണ്ടത്. പിന്നെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് 0-ലേക്ക് കോൺഗ്രസ് പോവാൻ കാരണം എന്താ? കോൺഗ്രസ് വിമുക്ത ഡൽഹി ആഗ്രഹിച്ചു തുടങ്ങി ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ഉള്ളവർ അവിടെ വന്ന് വോട്ട് വാങ്ങി ജയിച്ചത് ഒന്നും വലിയ കാര്യമല്ല. അത് അവിടുത്തെ ആൾക്കാരെ തലയിൽ എഴുതിയത് വേറെയാണ്. ആ ലിപികൾ വേറെ ആയതുകൊണ്ട് മാത്രമാണ് വയനാട്ടിലൊക്കെ വന്നിട്ട് ഇവർക്ക് ജയിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈ ഡൽഹിക്കാരെ അവരെ അംഗീകരിക്കൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ വേഷത്തിനെ പറ്റി പറഞ്ഞു, സാധാരണക്കാരനാതെ ഒരു ഡിഗ്നിറ്റി ഇല്ലാതെ. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണോ? നമ്മളൊരു രാഷ്ട്രത്തിലെ ഭരണാധികാരിയായി നിൽക്കുമ്പോ പിച്ചക്കാരനെ പോലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇപ്പൊ രാഹുൽ ഗാന്ധി ടീഷർട്ടും പാന്റും ഇട്ടിട്ട് പാർലമെന്റിൽ പോണ പോലെ. ഇറ്റ്സ് നോട്ട് എ യൂണിഫോം അല്ലെ, പിന്നെ ഒരു ഒഫീഷ്യൽ ഡ്രസ് അല്ലല്ലോ അദ്ദേഹം ഇടുന്നത്. അപ്പൊ ഇവരൊക്കെ കാണിക്കുന്നത്, ഇവരൊക്കെ വിചാരം ജനങ്ങൾ പൊട്ടന്മാരാ. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സ് വേദനിച്ച ജനങ്ങളാ, ചോര കണ്ട ജനങ്ങളാ. അവർക്ക് നല്ല അധികാരം കിട്ടുമെന്ന് വിചാരിച്ച് ഒന്ന് മാറി കുത്തിപ്പോയതാ ആപ്പിന്. അതറിയാതെ ആപ്പിലായി പോയതാ. അത് അവര് തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞപ്പോ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഹരിയാനയിലും UP-യിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്താ നടക്കുന്നതെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗുർഗാവ്, നോയിഡ ആ ഭാഗങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോ നമ്മൾ ബോർഡർ സൈഡിൽ തന്നെ ഡൽഹിക്കാർക്ക് കാണാം എന്താണ് ഡൽഹിന്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രോഗ്രസ് എന്ന് കാണാം. അപ്പൊ ഡൽഹിക്കകത്ത് എന്താ ഉണ്ടായേ? കുത്തിപ്പൊളിഞ്ഞ റോഡ്. മഴ വന്നാല് 2-3 മണിക്കൂർ അറിയോ, വൈകുന്നേരം മഴ വന്നാൽ ഒരു ടാക്സിക്കാരും ഓട്ടോക്കാരും ഓടൂല. അവര് നിർത്തിയിട്ടേക്കും. കാരണം ബ്ലോക്കിൽ വരും. കാരണം ഫുൾ വെള്ളമായിരിക്കും. കാറിന്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഇതൊരു തലസ്ഥാനത്താ. അതിനൊക്കെ മോദിയും പിന്നെ അമിത്ഷാണ് റോഡ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞാൽ ശരിയാവോ? അവരവരുടെ കാര്യങ്ങൾ ചെയ്യണത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റോഡ്സ് ഒക്കെ ശരിയാക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റിയില്ല. ഈ ഇത്ര കാലം കൊണ്ട് ചെയ്യാൻ പറ്റണ ഇതൊക്കെ തന്നെയാ ഏറ്റവും ദുസ്സഹമായ ഒരു അന്തരീക്ഷം. വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു സംഗതികളും വൃത്തിയായിട്ട് നടന്നിട്ടില്ല. കറണ്ട് ബില്ല് സാധാരണ ഏറ്റവും താഴെ കടയിലുള്ളവർക്ക് കിട്ടിയെന്ന് ഒഴിച്ചിട്ട് ബാക്കി എന്താ ഇവിടെ ഡൽഹിക്ക് ഈ ഒരു ഗവൺമെന്റ് കൊടുത്തത്? കോൺഗ്രസ് ഷീലാ ദീക്ഷിതുള്ള കാലത്ത് ഉള്ളത് പറയുമ്പോ അതും പറയണം നമ്മള്. അന്നുണ്ടായ പുരോഗതിയിലപ്പുറം ഒരു പിന്നെ CM ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അന്ന് കോമൺവെൽത്ത് ഗെയിംസും മറ്റും ഒക്കെ വന്നോണ്ട് അവര് ഡൽഹിനെ കുറച്ച് ഹൈപ്പാക്കി വെച്ച്. ബാക്കി ഇപ്പൊ G20 പ്രഗതി മൈതാനം അതും ഇതൊക്കെ ശരിയാക്കി വെച്ച് മോദി ഗവൺമെന്റ് ചെയ്തപ്പോ അത് പരിഹസിക്കാൻ ആൾക്കാരുണ്ടായി. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള ഒരു തീരുമാനം ഇവരെ കയ്യിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനാണെങ്കിൽ മോഡീനെ പരിഹസിക്കാനും മോഡീനെ കല്ലെറിയാനുള്ള ഒരു സമയം. കോൺഗ്രസ് താഴേക്കടയിൽ ഇന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ നമ്മള് വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള BJP-ന്നും RSS-ന്നും തന്നെ പഠിക്കണം. അവർ പരിഹസിച്ചോട്ടെ, അത് പഠിക്കന്നെ വേണോ? ഇവിടൊക്കെ വർക്ക് ചെയ്ത ആ ലെവലിലാ. ഒരു ഇലക്ഷൻ പ്രചരണം ആരും കാണൂല. പക്ഷെ ഓരോ വീടുകളിൽ മുഖാന്തരം കൂടിയിട്ടുള്ള ഫാമിലി മീറ്റുകളും ഇതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇവർ ചെയ്തത്. അപ്പൊ അതുപോലെ വർക്ക് ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. ഇതെല്ലാം ഇവർക്കും അറിയാം. പിന്നെ തമ്മിലുള്ള ഒരു അസൂയ ഉണ്ടല്ലോ. ഇന്ത്യ സഖ്യക്കാരല്ലേ രണ്ടാൾക്കാരും. ആ ഇന്ത്യ സഖ്യം എന്തുകൊണ്ട് ഒന്നായിട്ടില്ല? അതന്നെ അധികാരത്തിന്റെ ആ അഹന്ത കേറിയ രണ്ട് കൂട്ടരാണ് രണ്ടാൾക്കാരും. 0 ആയിപ്പോയി. അതിന് അവസാനം അതന്നെ കിട്ടുള്ളൂ. ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും. ഇപ്പൊ പരിഹസിച്ചപ്പോ മഹാരാഷ്ട്ര, ഹരിയാന അതന്നെ പറഞ്ഞു. ഇപ്പൊ EVM മെഷീന്റെ മേലെയായി കുറ്റം. ജയിച്ച അപ്പൊ വയനാട്ടിൽ ഇവര് EVM മെഷീൻ കൊണ്ടുവച്ചു. എല്ലാ വോട്ടും കോരി എടുത്തിട്ട് പോയല്ല പ്രിയങ്ക. എന്തുകൊണ്ട് ഇവർക്ക് ഈ ഡൽഹി ഇലക്ഷൻ, നുസ്രത് ജഹാൻ, ഈ ഡൽഹി ഇലക്ഷന്റെ പേരിൽ ആരും ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ് കണ്ടില്ല. കണ്ടു ചാനലിൽ പറയില്ല, ആൾക്കാർ പറയിച്ചു തുടങ്ങി. ആളുകൾ അത്തരത്തിൽ പറയാൻ ഉള്ള ഒരു ഫലമല്ല അവിടെ കണ്ടത്. നമുക്ക് കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശതമാന കണക്കിലേക്ക് വന്നാൽ BJP, അതായത് BJP NDAയും കൂടെ ചേർന്ന് NDA, JDU, LJP തുടങ്ങിയ കക്ഷികൾ ഏതാനും സീറ്റുകൾ മത്സരിച്ചിരുന്നു. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി കണക്കാക്കി 46.5% വോട്ടാണ് അവിടെ BJP അല്ലെങ്കിൽ NDA നേടിയത്. ആപ്പ് നേടിയത് 43.56%. BJP മാത്രമായി 45.56%. കോൺഗ്രസ് നേടിയതാവട്ടെ വെറും 6.35%. 3 തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു MLA പോലും ഡൽഹിയിലില്ല. ഷീലാ ദീക്ഷിത്തിനെ പോലെ കരുത്തയായ വനിത ഭരിച്ച ഒരു സംസ്ഥാനമാണ് എന്നോർക്കണം. ആപ്പ് കോൺഗ്രസിനെ സമ്പൂർണ്ണമായി വിഴുങ്ങി എന്ന് വേണം പറയാൻ. അതായത് ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് ആപ്പിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. ആപ്പ് വിഴുങ്ങി. ആപ്പ് എന്ന് പറയുന്ന പാമ്പ് കോൺഗ്രസിനെ വിഴുങ്ങി. ഇപ്പോഴും ആ പാമ്പിൻ്റെ വീര്യം കുറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ആ പാമ്പിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ആ ഇര, കോൺഗ്രസ് എന്ന് പറയുന്ന ഇര. ആ പാമ്പിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ 3ാം തവണയും 0-ൽ കിടക്കുന്നത്.
കോൺഗ്രസ് ആപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഡൽഹിയിൽ കോൺഗ്രസ് പച്ച തൊടുമോ? പ്രൊഫസർ റോണി കെ ബേബി. നമ്മൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സ്പേസ് കവർന്നെടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകുന്നു എന്നതാണ് ചോദ്യം. പക്ഷെ നമ്മൾ ഈ നടന്ന തെരഞ്ഞെടുപ്പുകൾ, അത് പഞ്ചാബ് ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ, അതിന് നമ്മൾ രണ്ടിനെയും രണ്ട് പാറ്റേൺ ആയിട്ട് കാണും. ഈ പഞ്ചാബില് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 6 സീറ്റ് നേടിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ വിഴുങ്ങി എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അത് ഓരോ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളാണ്. ഇപ്പോൾ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ, അതിന് മുൻപത്ത് 2020 നടന്ന, ഞാനൊരു കണക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് അവിടെ 24% വോട്ട് കിട്ടുന്നു, ആം ആദ്മി പാർട്ടിക്ക് 18% വോട്ട് കിട്ടുന്നു. പക്ഷെ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി വീണ്ടും 52% വോട്ടുമായി 62 സീറ്റുമായി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് അവിടെ അല്ലാതെ കോൺഗ്രസിന്റെ വോട്ട് മൊത്തം ആം ആദ്മി പാർട്ടി കൊണ്ടുപോയെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു പാറ്റേൺ ആണ്, അസംബ്ലി ഇലക്ഷന് വേറൊരു പാറ്റേൺ ആണ്. ഈ 2025 നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഒറ്റ ചോദ്യമേ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ: ആം ആദ്മി പാർട്ടി അധികാരത്തിൽ തുടരണമോ വേണ്ടയോ? അരവിന്ദ് കേജ്രിവാളിന്റെ രാഷ്ട്രീയം ഡൽഹിക്ക് വേണമോ വേണ്ടയോ? ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പിന്നെ രണ്ടാമത് വന്ന ഓപ്ഷൻ BJP ആയിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ തുടരണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ എന്ത് ചെയ്തു? അത് കോൺഗ്രസ്സുകാരുണ്ടാവാം, BJPക്കാരുണ്ടാവാം. അവര് ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്തു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്നും അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിച്ചവർ, അതിനകത്ത് BJPക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരും ഉണ്ടാകും, ഞാൻ നിഷേധിക്കുന്നില്ല. അവര് ശക്തമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷെ എങ്കിലും പിന്നെ കോൺഗ്രസ് അവിടെ ഇല്ലാതായെന്നോ, അല്ലെ ഒരു കോൺഗ്രസ് മുക്ത ഡൽഹി ഉണ്ടായെന്നോ ഒക്കെ എത്രയോ കാലമായി ഈ 2014 മുതൽ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷാജിയും ഒക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം. എന്നിട്ടും ഈ മഹാരാജ്യത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ. ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 24% വോട്ട് കോൺഗ്രസിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഈ രാജ്യത്ത് ഉണ്ട്. ഡൽഹിയിലും അവിടെ ഈ പറയുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് മാന്യമായ വോട്ട് ശതമാനമുണ്ട്. ഇവിടെ ആം ആദ്മി പാർട്ടി വേഴ്സസ് BJP, ആപ്പ് വേണോ BJP വേണോ എന്നൊരു ചോദ്യം മാത്രമായിരുന്നു ഡൽഹിക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ടും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണത്തേലും 2% കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഇല്ലാതായില്ല എന്നൊന്നും നമ്മൾ അങ്ങനെ ചിത്രീകരിക്കേണ്ട. കോൺഗ്രസിന് തിരിച്ചു വരുവാനുള്ള ശക്തിയുമുണ്ട്. അത് ഇനിയും തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ ആം ആദ്മി പാർട്ടി താഴ്ന്നത് കോൺഗ്രസിന് ഗുണകരമാണോ ഇല്ലയോ എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം കോൺഗ്രസ് ഭയപ്പെട്ടതിനേക്കാൾ കൂടുതൽ BJP ആണ് ആം ആദ്മി പാർട്ടിയെ ഭയപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് അവിടെ അരവിന്ദ് കേജ്രിവാളും പറഞ്ഞത് മുഴുവൻ. ഇതാണ് BJP ഏറ്റവും ഭയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ 2015-ലും 2020-ലും ഒക്കെ ഈ ആം ആദ്മി പാർട്ടിയെ അതിശക്തമായി ഈ 2025-ലും BJP അറ്റാക്ക് ചെയ്യുവാനുള്ള കാരണം എന്താ? കാരണം അവര് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നതല്ലേ നമുക്കറിയാം. കസേരയുടെ സമരമൊക്കെ അത് BJP എത്രമാത്രം നിഷേധിച്ചാലും അതിനൊരു സത്യം എന്ന് പറയുന്നത് RSS സ്പോൺസർ ചെയ്ത സമരമായിരുന്നു അണ്ണാ ഹസാരയുടെ സമരം. അത് അന്ന് അണ്ണാ ഹസാരയ്ക്കൊപ്പം നിന്ന പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ പിന്നീട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വാർ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ, ആ സമരത്തിന്റെ വാർ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, RSS സ്പോൺസർ ചെയ്ത മൻമോഹൻ സിംഗ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി അണ്ണാ ഹസാരയെ മുന്നിൽ നിർത്തി ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിന്റെ ഒരു ഉപോൽപ്പന്നമായിരുന്നു അരവിന്ദ് കേജ്രിവാൾ. ആദ്യം BJPയും അരവിന്ദ് കേജ്രിവാളിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം എന്താ? അവര് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തിയെ അരവിന്ദ് കേജ്രിവാൾ ഇല്ലാതാക്കിക്കൊള്ളും അതായിരുന്നു BJP കരുതിയത്. അതുകൊണ്ടാണ് ഈ 2015-ൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് BJP അത്ര വലിയ ക്യാമ്പയിനൊന്നും നടത്തിയിരുന്നില്ല. കേജ്രിവാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട്. പക്ഷെ അരവിന്ദ് കേജ്രിവാൾ അതിസാമർത്ഥ്യത്തോടു കൂടി അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം നോക്കിയത് ഏതൊക്കെയാലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്റെ ഒപ്പം നിൽക്കും. പക്ഷെ എനിക്ക് കൂടുതൽ അധികാരത്തിൽ വരണമെങ്കിൽ BJPയുടെ ക്യാച്ച്മെന്റ് ഏരിയയിലേക്ക് എനിക്ക് കടന്നു കയറണം. അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ചത് മുഴുവൻ എന്താ? BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത്. വ്യക്തമായി പറയാം. ഡൽഹി കലാപം നടന്നപ്പോൾ അവിടെ എങ്ങും അരവിന്ദ് കേജ്രിവാൾ ഇല്ല. മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാൾ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ ഷഹീൻ ബാഗില് ലോകം തന്നെ ഉറ്റുനോക്കിയ വലിയ സമരം നടന്നു. ഷഹീൻ ബാഗില്
ഇത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല, ഇന്ത്യയിലെ ലിബറൽ സമൂഹം ഒന്നാകെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകൾ, പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ആളുകൾ ഇവിടെ ഷഹീൻ ബാഗ് സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് വന്നു. ഇവിടെ സംഘപരിവാറിന്റെ കുറെ ആളുകൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇവിടെയുള്ള ആളുകളൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ വലിച്ചഴിച്ചു. അപ്പോൾ ഇവിടെ അരവിന്ദ് കേജ്രിവാൾ ആ ഭാഗത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടു ഈ അയോധ്യ രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന്റെ മാതൃക അദ്ദേഹം ഡൽഹിയിൽ പണിതു വെച്ചു. അരവിന്ദ് കേജ്രിവാൾ അക്ഷർധാം ക്ഷേത്രത്തിന് മുമ്പിൽ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് അദ്ദേഹം പൂജകൾ നടത്തി. അതുകൂടാതെ BJPയുടെ നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതിന് മുമ്പ് കറൻസി നോട്ടുകളിൽ ഈ ലക്ഷ്മി ദേവിയുടെ ചിത്രം പതിപ്പിക്കണമെന്ന് അരവിന്ദ് കേജ്രിവാൾ ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്താ, ഇവിടുത്തെ പൂജാരിമാർ, അവിടുത്തെ ഗുരുദ്വാരങ്ങളിലെ പുരോഹിതന്മാർ, ഇവർക്കൊക്കെ പ്രതിമാസം 18,000 രൂപ ശമ്പളം പ്രഖ്യാപിച്ചു. അപ്പോൾ BJP വളരെ കൃത്യമായി ഭയപ്പെട്ടു. കാരണം എന്താ, തങ്ങളുടെ വോട്ട് ബാങ്കിലേക്കാണ് അരവിന്ദ് കേജ്രിവാൾ കടന്നു കയറുന്നത്. കാരണം അരവിന്ദ് കേജ്രിവാൾ വളരെ ബുദ്ധിമുട്ടായ രാഷ്ട്രീയക്കാരനാണ്. കാരണം ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് 13 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ്. അവർ ഈ അരവിന്ദ് കേജ്രിവാൾ വളരെ കൃത്യമായി തന്നെ അവർക്കെതിരാണെന്ന് അറിഞ്ഞിട്ടും അവർ അരവിന്ദ് കേജ്രിവാളിനെ വോട്ട് ചെയ്തു. അതാണ് അരവിന്ദ് കേജ്രിവാളിന്റെ രാഷ്ട്രീയം. ആ വോട്ട് ബാങ്ക് മൊത്തം എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് അതുകൊണ്ട് മാത്രം അധികാരത്തിൽ തുടരാൻ കഴിയില്ല. BJPയുടെ കാച്ച്മെന്റ് ഏരിയയിലേക്കും. കാരണം BJPക്ക് 50% മുകളിലെ വോട്ട് ഉള്ള സ്ഥലമാണ് ഡൽഹി. ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 52-53% വോട്ടുകൾ ഡൽഹിയിൽ BJP നേടിയിട്ടുണ്ട്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണണം. കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കുറയുന്നു, ലോക്സഭാ ഇലക്ഷൻ വോട്ട് കൂടുന്നു. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കൂടുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കുറയുന്നു. വളരെ എന്താ ഈ അരവിന്ദ് കേജ്രിവാളിന്റെ ഈ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്ക് ബദലായി താനാണ് BJPയുടെ രാഷ്ട്രീയം പറയുന്നത് എന്ന അദ്ദേഹത്തിന്റെ നരേറ്റീവ് ഇത് വളരെ കൃത്യമായി തന്നെ. അതുകൊണ്ടാണല്ലോ ഈ അരവിന്ദ് കേജ്രിവാളിന്റെ മധ്യവർഗ വോട്ട് ബാങ്ക് ഇതാണല്ലോ BJPയുടെ വോട്ട് ബാങ്ക്. ഇവരുടെ രണ്ടിന്റെ വോട്ട് ബാങ്ക് ഒന്നും തന്നെയാ. ഇതുകൊണ്ടാണല്ലോ ആ മധ്യവർഗ വോട്ട് ബാങ്കിനെ വളരെ കൃത്യമായി കയ്യിലെടുക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റില് ഈ പറയുന്ന പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചതുൾപ്പെടെ ഇന്ത്യൻ ടാക്സിന്റെ ആ സ്ലാബ് ഉയർത്തിയതുൾപ്പെടെയുള്ള വലിയ ആനുകൂല്യങ്ങൾ മധ്യവർഗ വോട്ട് ബാങ്കിന് കൊടുത്തത്. അപ്പോൾ BJP ആണ് ഇവിടെ ഈ അരവിന്ദ് കേജ്രിവാളിനെ കൃത്യമായി തന്നെ ഭയപ്പെട്ടത്. കോൺഗ്രസിന് ഈ അരവിന്ദ് കേജ്രിവാൾ പരാജയപ്പെട്ടതിന് കോൺഗ്രസിന് സന്തോഷമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പാഠപുസ്തകമാണ് അരവിന്ദ് കേജ്രിവാൾ. കാരണം ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരിക്കലും ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. ആ വ്യക്തിക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന്റെ പരാജയമാണെന്നല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡൽഹിയിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റപ്പെടുന്ന റോഡുകൾ, അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങൾ, അവിടെ ഈ പറയുന്ന മലിനജലം ഒഴുകിക്കൊണ്ടിരുന്ന ഓടകൾ, പൈപ്പ് തുറന്നാൽ അതിൻ്റെ അകത്ത് പോലും വരുന്നത് ഈ പറയുന്ന മലിനജലം, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി. പക്ഷെ അതിന് കേന്ദ്ര സർക്കാരിനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് നിഷേധിക്കില്ല. ഇവിടെ പറയുന്നു ഹരിയാനയിലെ നഗരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ നഗരങ്ങൾ, നോയിഡ പോലെ, ഫരീദാബാദ് പോലെയുള്ള സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞു. അവിടെയെല്ലാം കേന്ദ്ര സർക്കാരിന് വലിയ ഫണ്ടുകൾ കിട്ടിയപ്പോൾ ഇത് വളരെ കൃത്യമായി തന്നെ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അരവിന്ദ് കേജ്രിവാളിനെ വേട്ടയാടുകയായിരുന്നു. ഇതിന് ഭാഗമായിട്ടാണ് കേന്ദ്ര പാർലമെന്റ് തന്നെ പ്രത്യേക നിയമം പാസാക്കി ഡൽഹിക്ക് വേണ്ടി. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഇതിന്റെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് പാസാക്കി. നമ്മൾ അതിനെ ഒന്നും മറ്റുപോകാൻ പാടില്ല. പക്ഷെ അതിന്റെ ആത്യന്തികമായ ഒരു കണക്കൂട്ടലേക്ക് വരുമ്പോൾ ഈ പരാജയത്തിന്റെ ഉത്തരവാദി അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ്. കാരണം 15 മുതൽ 20 വരെ അദ്ദേഹം നല്ല മുഖ്യമന്ത്രിയായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ 2020 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മോഹങ്ങൾ ഒരുപാട് വളർന്നുപോയി. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഗോവയിൽ പോയി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി മത്സരിക്കുന്നു, അല്ലെങ്കിൽ 2015 ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആം ആദ്മി പാർട്ടി ഫണ്ട് കണ്ടെത്തിയില്ലെങ്കിൽ അവര് ഗോവയിൽ പോകുമ്പോൾ, ഗുജറാത്തിൽ പോകുമ്പോൾ വലിയ അഴിമതിക്കാരുമായിട്ട് കൂട്ടുകൂടുന്നു. ഡൽഹി മധ്യനയമത്തിൽ തന്നെ ആ അരവിന്ദ് കേജ്രിവാളിന്റെ അതിമോഹമാണ് നിങ്ങൾ ഫണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ഗോവയിൽ പോയി, ഗുജറാത്തിൽ പോയി ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടി പദവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കാട്ടിക്കൂടും. അതിനുവേണ്ടി അദ്ദേഹം മറ്റേ അഴിമതിയാണ് ഈ ഡൽഹി. സ്വാഭാവികമാണല്ലോ പ്രൊഫസർ റോണി കെ ബേബി, ഒരു പാർട്ടി പുതിയതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടി തലസ്ഥാനത്തുള്ള സംസ്ഥാനത്ത് തന്നെ അധികാരത്തിൽ വരുന്നു. അതുകൂടാതെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നു. സ്വാഭാവികമാണ്, അവരുടെ സ്വപ്നങ്ങൾ സ്വാഭാവികമാണ്. ഒരു ദേശീയ പാർട്ടിയായി വളരാം, അല്ലെങ്കിൽ അത്തരത്തിൽ ലോക്സഭയിൽ നിരവധി MPമാരെ വിജയിപ്പിച്ച ലോക്സഭയിൽ ഒരു ശക്തമായ ഒരു പാർട്ടിയായി മാറാം. അതിനെയൊന്നും നമുക്ക് കുറ്റം പറയാനാവില്ല. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിലേക്ക് വരാം. അതായത് ഈ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോഴുണ്ടായ ഒരു സാഹചര്യം, അതിൽ RSS പയറ്റിയ ഒരു തന്ത്രം, അതൊക്കെയാണ് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത്. കോൺഗ്രസ് നിലനിന്നിരുന്ന, ഡൽഹിയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു ആധിപത്യത്തെ തകർക്കാൻ വേണ്ടി
അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ കൃത്യമായി ഉപയോഗിച്ചത് RSS ആണ് എന്ന് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു വെക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എന്താണ് അഭിപ്രായം? അത്തരത്തിൽ ഒരു ചാട്ടുളിയായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആയുധമായി അരവിന്ദ് കെജ്രിവാളിനെ RSS അല്ലെങ്കിൽ സംഘപരിവാർ ഉപയോഗിച്ചു എന്ന് അങ്ങ് നിരീക്ഷിക്കുന്നുണ്ട്? ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ആണ് ചോദിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അത്തരത്തിൽ അവതരിപ്പിച്ച് കോൺഗ്രസ് ഭരണത്തെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു തന്ത്രം അവിടെ സംഘപരിവാർ പയറ്റിയെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഡൽഹിയിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ BJPയോ അല്ലെങ്കിൽ RSSോ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയുന്നവർക്ക് അത് പറയാം. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ അഭിപ്രായമില്ല. ഒരു കാര്യം തീർച്ചയാണ്, ഡൽഹിയിലെ നീണ്ടുനിന്ന കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ അധികാരം പിടിച്ചെടുത്തത്. അതിൻ്റെ സാഹചര്യങ്ങൾ ഇവിടെ ആദ്യമേ ഞാൻ പറഞ്ഞു, പിന്നീട് വന്ന ചർച്ചയിലും ആ കാര്യങ്ങൾ വരികയുണ്ടായി. അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള രാഷ്ട്രീയ മോഹങ്ങൾ, പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതൊക്കെ എങ്ങും എത്താതെ പോയി എന്നുള്ളത് ശരിയാണ്. ഇവിടെ ഇപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും അല്ലെങ്കിൽ ഡൽഹിയുടെ എല്ലാ അപജയങ്ങൾക്കും പരാജയങ്ങൾക്കും സംസ്ഥാനമാണ്, മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം നമ്മൾക്ക് പരിചയമുള്ള സംസ്ഥാനം പോലെ അല്ല ഡൽഹിയിലെ സംസ്ഥാനത്തിൻ്റെ പദവിയും അവിടെ നടക്കുന്ന ഭരണവും. അത് വാസ്തവത്തിൽ കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് അവിടെ എല്ലാ കാര്യങ്ങളും. അതൊക്കെ നമ്മൾ ലഫ്റ്റനന്റ് ഗവർണർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡൽഹി ഭരണത്തെ എപ്രകാരമാണ്, സംസ്ഥാന ഭരണത്തെ എപ്രകാരമാണ് പ്രതിസന്ധിയിലാക്കിയത്, ഇതൊക്കെ നമ്മൾ വേറെ കാര്യങ്ങൾ കണ്ടതാണ്. അതിൻ്റെ എല്ലാം ഒരു പരിസമാപ്തിയിലാണ് ഒരു മന്ത്രിസഭ തന്നെ അതിൻ്റെ ഭൂരിപക്ഷം ആളുകളും ജയിലിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതിയിൽ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി വേണമോ അതോ BJP വേണമോ? അങ്ങനെ ഒരു പരിമിതമായ അളവിലേക്ക് ആ ഓപ്ഷൻ ചുരുക്കിക്കൊണ്ടുവന്നത് അത് കോൺഗ്രസ് തന്നെയാണ്. ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവർ മുന്നോട്ട് വെച്ചത് ആം ആദ്മിയെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് കരുത്തോടെ ആത്മവിശ്വാസത്തോടെ പറയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ളത് അവർക്ക് നന്മകൾ ഉറപ്പു നൽകുന്ന നല്ല വികസനം ഉറപ്പു നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക്, അന്ന് അവർക്ക് വിശ്വസിക്കാവുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അത് BJP ആയിരുന്നു ആ വോട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ അവസ്ഥയുണ്ടല്ലോ, നിരന്തരം പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. രാജ്യം ഭരിച്ച പാർട്ടിയാണ്, ഡൽഹി ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പരാജയം ചർച്ച ചെയ്യേണ്ടതാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അവർ തോറ്റു എന്ന് പറയുമ്പോഴും അവരുടെ രാഷ്ട്രീയ അടിത്തറ ഇളകി അതില്ലാതായി എന്ന് പറയാൻ കഴിയില്ല. നിരവധി മണ്ഡലങ്ങളിൽ ചുരുങ്ങിയ വോട്ടിന് അവർ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അപമാനകരമായ പരാജയം ആം ആദ്മി പാർട്ടി ഏറ്റുവാങ്ങി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ആ പാർട്ടിക്ക് കരകയറാൻ കഴിയും? വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അതൊരു പാർട്ടിയുടെ ബലം ആകുന്നില്ല. ഇവിടെ അഥവാ നമ്മൾ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അതുകൂടിയാണ്. അരവിന്ദ് കെജ്രിവാൾ നിലനിൽക്കണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി നിലനിൽക്കണമെന്നില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കൃത്യമായ വ്യക്തമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ അഭാവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും പരിഗണിക്കാൻ കഴിയാത്ത ഒരു ആൾക്കൂട്ടം മാത്രമാണ്, വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കൂട്ടം മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടി. അങ്ങനെ ഒരു പാർട്ടിക്ക് തുടർച്ചയായി ഡൽഹിയിൽ നിന്നല്ല എവിടെയും അധികാരത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. പക്ഷെ അതോടൊപ്പം നമ്മൾ കാണേണ്ടതായ, പരിശോധിക്കേണ്ടതായ, ചൂണ്ടിക്കാണിക്കേണ്ടതായ മറ്റ് നിരവധി രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ഡൽഹി തെരഞ്ഞെടുപ്പിലുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ ഡൽഹി തെരഞ്ഞെടുപ്പിനുണ്ട്. അത്തരത്തിൽ സംഘപരിവാർ കെജ്രിവാളിനെ ഉപയോഗിച്ചു എന്നൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ,
ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ ചർച്ചകൾ, ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ BJP ഭരണത്തിലെത്തുന്നത് തടയാമായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു. അതായത് ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ BJP ഭരണത്തിലെത്തുന്നത് തടയാമായിരുന്നു എന്നുള്ള ചില വിശകലനങ്ങൾ കൂടി കാണാൻ ഇടയായി. എന്താണ് BJPയുടെ ഒരു വിലയിരുത്തൽ? ഇന്ത്യ സഖ്യം നിലനിന്നിരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ കഴിഞ്ഞത്. എന്നിട്ട് പോലും അവിടെ മൂന്നാമത് തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തി എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഡൽഹിയിൽ ഇത്തരത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം സഹകരിച്ച് നീങ്ങിയിരുന്നുവെങ്കിൽ BJP ഭരണത്തിലെത്തുന്നത് തടയാമായിരുന്നു എന്നുള്ളൊരു വിശകലനം കണ്ടു. എന്താണ് അതേപ്പറ്റിയുള്ള അഭിപ്രായം, ജയസൂര്യ? വിനോദ് ചോദിച്ച ചോദ്യം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. പൊതുവെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ശതമാന കണക്കുകളും വോട്ടിന്റെ എണ്ണവും വെച്ചുകൊണ്ട് അങ്ങനെ വാദിക്കാം. കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായി കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നേടാൻ സാധിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള ഒരു സംഖ്യയിലേക്കെങ്കിലും അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്, എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഡൽഹിയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം തൊട്ടറിയുമ്പോഴാണ് നമുക്ക് ഈ വസ്തുത മനസ്സിലാവുക. കോൺഗ്രസ് അവിടെ എടുത്ത നിലപാട് വളരെയേറെ ബുദ്ധിപരമായിരുന്നു, ശരിയായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ സഖ്യമൊക്കെ മറന്ന് അവരെ അങ്ങ് മാറ്റി നിർത്തിയത് കോൺഗ്രസിന് ഗുണമായി. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ 2.5% വോട്ട് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പിറകോട്ടല്ല പോയത്, മുന്നോട്ടാണ് പോയത് ഒറ്റയ്ക്ക് നിന്നപ്പോൾ. എന്നാൽ മറിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുത്തു, ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്നിരിക്കട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ ഒന്നിച്ചു നിന്നപ്പോഴും ഡൽഹി BJP തൂത്തുവാരികയാണ് ഉണ്ടായത്. 10ൽ 7 സീറ്റ് നേടി. അല്ലല്ല, 7 സീറ്റ് നേടി. അതായത് ഡൽഹിയിലെ 7 സീറ്റ് ആകെയുള്ളതിൽ 7 സീറ്റും BJP തന്നെ നേടി. അപ്പോൾ ഈ സഖ്യം അവിടെ അപ്രസക്തമായി പോയി. എന്നാൽ ഇവിടെ ഇത്തവണ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിരുന്നു എങ്കിൽ സംഭവിക്കുമായിരുന്നത് കോൺഗ്രസിന്റെ വോട്ട് കൂടി BJPയിലേക്ക് പോകുമായിരുന്നു. ആ തീരുമാനത്തിനെതിരെ ശക്തമായ ജനവികാരം ഉണരുമായിരുന്നു. അങ്ങനെ വന്നാൽ ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന 22 സീറ്റ് പോലും ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് 10-ന് താഴെ പോകുമായിരുന്നു. അതിന്റെ കണക്കുകൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. അതുകൊണ്ട് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെ സഹായിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് സ്വയം സഹായിച്ച് 2.5% വോട്ട് കൂട്ടി. ആ തീരുമാനം ആം ആദ്മി പാർട്ടിക്ക് ഗുണമായി വന്നു. അല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ആം ആദ്മി പാർട്ടിക്ക് പോകുമായിരുന്നില്ല, മറിച്ച് BJPയിലേക്ക് പോകുമായിരുന്നു. അത്രമാത്രം വിരോധം അവിടെ ഈ സഖ്യത്തിനെതിരെ ഉണ്ടായി. ഇത് കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടിൽ നിന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തവണ ഒറ്റയ്ക്ക് നിൽക്കാമെന്നുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തത്. കോൺഗ്രസ് എടുത്ത ശരിയായ തീരുമാനമായിരുന്നു അത്. അതുകൊണ്ട് 2.5% വോട്ട് കൂടി. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന 43.56% ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ പലരും സന്തോഷിക്കുന്നുണ്ട്, ആം ആദ്മി പാർട്ടി നശിച്ചു പോയിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വോട്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ 43% എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ വോട്ട് 3% കുറയും. അത്രമാത്രം അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രചാരവേലയ്ക്ക് പ്രസക്തിയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ആ പാർട്ടി എന്ന് പറയുന്ന അത് പാർട്ടിയല്ല എന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് 100% ശരിയാണ്. അതൊരു ജനകീയ വികാരം മാത്രമാണ്, അതൊരിക്കലും ഒരു പാർട്ടിയല്ല. അതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയെ ഇതുവരെ കൊണ്ടുവന്നത് ആരാണ്? വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അന്താരാഷ്ട്ര ശക്തികൾ അതിന്റെ പുറകിലുണ്ട്. ഞാനത് തെളിവ് സഹിതമാണ് പറയുന്നത്, വെറുതെ ആരോപിക്കുകയല്ല. ഇന്ത്യ ചരിത്രത്തില് 1.25 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പതാകയുണ്ട്. ആ പതാക അവർ മാറ്റിയിട്ടില്ല. BJPക്ക് ഒരു പതാകയുണ്ട്, മാറ്റിയിട്ടില്ല. 100 വർഷം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പതാകയുണ്ട്, അവർ മാറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, 13 വർഷം മാത്രം പഴക്കമുള്ള ആം ആദ്മി പാർട്ടി പതാക മാറ്റി. ആ പതാക എങ്ങനെയാണ് മാറ്റിയത്? അവരാദ്യം ഉണ്ടാക്കുമ്പോൾ അത് വെള്ള നിറത്തിൽ കറുത്ത ചൂല് മാത്രമായിരുന്നു. പക്ഷേ
പിന്നീട് അവര് പതാക മാറ്റി. ആർക്കു വേണ്ടി മാറ്റി? എന്തിനു വേണ്ടി മാറ്റി? ഖാലിസ്ഥാന് വേണ്ടി. ഖാലിസ്ഥാന്റെ നിറങ്ങളുള്ള പതാകയായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പതാക മാറ്റി. രാഷ്ട്രീയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം പഞ്ചാബിൽ അധികാരം പിടിക്കാൻ വേണ്ടി, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഖാലിസ്ഥാൻവാദികളുടെ വലിയ ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി, അന്താരാഷ്ട്ര ഡീപ് സ്റ്റേറ്റുകളുടെയൊക്കെ അജണ്ടകൾക്കനുസരിച്ചും സ്വന്തം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാറ്റി എഴുതാൻ വേണ്ടി, പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ സാധനം ഇവർക്കില്ല, പണം എന്ന് പറയുന്നതാണ് അവരുടെ പ്രത്യയശാസ്ത്രം, അധികാരം എന്ന് പറയുന്നതാണ് പ്രത്യയശാസ്ത്രം. അപ്പോൾ അതിനുവേണ്ടി അവർ പതാക തന്നെ മാറ്റി, നിലപാടുകൾ മാറ്റി. ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. അരവിന്ദ് കെജ്രിവാള് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വലിയ കർഷക സമരം ഇരമ്പി വരികയായിരുന്നു. അന്ന് പലരും പറഞ്ഞു, ഇതാ രണ്ടാം കർഷക സമരം വരുന്നു, BJP താഴെ ഇറക്കും, ഡൽഹി പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് 24 മണിക്കൂർ വേണ്ടി വന്നില്ല. വെറും 12 മണിക്കൂറിനുള്ളിൽ കർഷക സമരം ആവിയായി പോയി. സമരവും നേതാക്കന്മാരും എവിടെ പോയെന്ന് കാണാനില്ലായിരുന്നു. എന്താണ് ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം? അന്വേഷിക്കപ്പെടേണ്ടതാണ്, തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും. അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങളുടെ പിണിയാളായിട്ടും ഉപകരണമായിട്ടും പ്രവർത്തിച്ച അതിഭീകരമായിട്ടുള്ള ഒരു ഇന്ത്യ വിരുദ്ധ മൂവ്മെന്റ് ആയിട്ടാണ് ഈ ആം ആദ്മി പാർട്ടിയെ നമ്മൾ കാണേണ്ടത്. അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിനെ രാഷ്ട്രീയമായി പരിവർത്തനപ്പെടുത്തി അന്ന് തന്നെ അണ്ണാ ഹസാരയുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് തുടങ്ങിയ ഇവർ ഇന്ത്യ വിരുദ്ധ ഫണ്ടിങ്ങിന്റെ പേരിലാണ് നാളിതുവരെ പിടിച്ചു നിന്നത്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാജ്യവിരുദ്ധ ശക്തിയെ, അത് തെളിയിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ കോടതികളിൽ, തീർച്ചയായിട്ടും തെളിയിക്കപ്പെടും. രാജ്യവിരുദ്ധ ശക്തിയെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമായിരുന്നു. ആ ആവശ്യമാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി ഞാൻ പറയാം. പഞ്ചാബിലെ ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ്. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി അടിച്ചു പിരിയാൻ പോവുകയാണ്. ഒരു നല്ലൊരു വിഭാഗം കോൺഗ്രസിലേക്ക് പോകും. കോൺഗ്രസ് അതിനുള്ള കരുക്കൾ നീക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത്. അതായത് ആം ആദ്മി പാർട്ടിയെ അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് പഞ്ചാബിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ അതിനോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗം BJPയിലേക്ക് നീങ്ങും. അതുകൊണ്ട് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസും BJPയും വീതിച്ചെടുക്കാൻ പോകുന്ന കാഴ്ചകളായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചീട്ടുകൊട്ടാരം പോലെ ഈ കള്ളപ്രസ്ഥാനം തകർന്നടിയുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഭീകര വിരുദ്ധമായ നീക്കങ്ങളുടെ ശക്തമായ തിരതള്ളലിൽ ഈ ആം ആദ്മി പാർട്ടി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിൽ ആവിയായി ലയിച്ചു പോകുന്ന കാഴ്ച ഞാൻ അതിശയോക്തിപരമായിട്ട് പറയുകയല്ല, അതിന്റെ അന്തരീക്ഷമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനം, ഒരു വലിയ ശുദ്ധീകരണം ഇവിടെ നടക്കും. ആം ആദ്മി പാർട്ടിയുടെ MLA-മാർക്കും മന്ത്രിമാർക്കും മുൻ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ഒരു 1/4 നൂറ്റാണ്ട് കാലമെങ്കിലും കൽത്തുറുങ്കിലും കഴിയാനുള്ള കാലഘട്ടമാണ് സമാഗതമായിരിക്കുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണമാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. അതെ, വരും കാലയളവിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൂടി ആം ആദ്മി പാർട്ടിക്കുണ്ട്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ പറഞ്ഞ പോലെ തന്നെ ആ സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ ഭാവി എന്ത് എന്നുള്ളത് വരും ദിനങ്ങളിൽ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നുസ്രത് ജഹാൻ, ഒരു കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ, ഈ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ആം ആദ്മിയെ പോലെ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഇടതുപക്ഷം ഇവരുടെ ചിന്താഗതിയിൽ നിന്നും ഒക്കെ വിഭിന്നമായി പുതിയ ഒരു ആശയഗതിയുമായി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭാരതം പോലെ ഇത്ര വിശാലമായ അല്ലെങ്കിൽ ഇത്ര അധികം ജനാധിപത്യ സംവിധാനങ്ങളുള്ള, ഇത്രയധികം ജനസംഖ്യയുള്ള, ഇത്രയധികം സംസ്ഥാനങ്ങളുള്ള, ഇത്രയധികം ഭാഷയും വേഷവും ആഹാര രീതിയും ഒക്കെ വിഭിന്നമായ നമ്മുടെ ഈ രാജ്യത്ത് ഇതേപോലെ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തിയില്ല. അതൊരു തകര പോലെ അത് ഉയർന്നു വരും, അടുത്ത മഴയ്ക്കത് നശിക്കും. അങ്ങനെ കരുതാമോ? പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാവിയില്ല എന്നതാണോ ഈ ആം ആദ്മി പാർട്ടി തെളിയിക്കുന്നത്? നുസ്രത് ജഹാൻ. യെസ്, അത് ഉറപ്പല്ലേ. ഇതെല്ലാം ഒരു 1-1 ഷോയിൽ ഉണ്ടായ ഒരു ചീട്ട് കൊട്ടാരം തന്നെയാണ്. നമ്മൾ കണ്ടതാണല്ലോ. ഇതിന്റെ നേതൃത്വത്തിൽ തന്നെ അടിയുണ്ടായി. ഇന്റേണൽ പൊളിറ്റിക്സ് വളരെ അധികമായിരുന്നില്ലേ? ഇദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും പാർട്ടി വിട്ടു പോവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളെയും BJP നേതാക്കളെയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യന്റെ പ്രസിഡന്റിനെ പോലും വന്ന് കണ്ടിട്ടുണ്ട് പാർട്ടി മാറാൻ. MLA ആയിട്ടും പിന്നെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, മന്ത്രിയായിട്ട് വരെ ഇരിക്കുന്നവര് അങ്ങനെ മാറാൻ വരെ ആലോചിച്ചു. കാരണം ഉള്ളിൽ അവർക്ക് അത്രമാത്രം പൊളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഒരു റിസൾട്ടാണ് ഇത്.
പിന്നെ അവരുടെ ഇന്ത്യ സഖ്യം. നമ്മളിപ്പോ ഈ പിന്നെ ഇത്ര കാലം അവർക്ക് ഉണ്ടായിരുന്ന ഒരു സമാധാനം, കേസിൽ പെടുന്നവരെ അരവിന്ദ് കെജ്രിവാൾ കേസിൽ പെടുന്നവരെ കോൺഗ്രസും ആയിട്ടുള്ള ഒരു ഒത്തൊരുമയിൽ അവർ പോയിട്ടുണ്ട് അല്ലെ. എല്ലാ സ്ഥലത്തും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടന്നു. അപ്പൊ എല്ലാ മോഹങ്ങളും അവിടെ മണ്ണിടേണ്ട ഒരു ഇത് ആ ഒരു കൂട്ടുകെട്ടുന്ന പോലും ഈ ആം ആദ്മിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്ലീൻ, പിന്നെ അവിടെ പിന്നെ അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞ പോലെ കാലത്തിന്റെ ഒരു വരവുണ്ട്. യൂണിവേഴ്സൽ ട്രൂത്ത് കംസ് അല്ലെ വൺ ഡേ. അപ്പൊ പിന്നെ ക്ലീൻ കാലത്തിന്റെ ആയിട്ടുള്ള ഒരു കാവ്യനീതി ഇന്ത്യ, എന്നൊക്കെ പറയും. കാലത്തിന്റെ കാവ്യനീതി. യെസ് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോ പ്രകൃതി തന്നെ അത് തിരിച്ചു തരും. അതാണ് സംഭവിച്ചത്. ക്ലീൻ ആയിട്ടുള്ള ഒരു ഭാരതത്തിനെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ദ്രപ്രസ്ഥം നിങ്ങൾ തുടങ്ങുക. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പേരിടുമെന്ന് ചോദിക്കുന്നത്. പേരിടാൻ ആ പേരിനൊക്കുന്ന ഒരു പേരില്ല, ലോകത്തിൽ എവിടെയില്ല എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇന്ദ്രപ്രസ്ഥം ക്ലീനായി നല്ല ഭരണാധികാരികൾ വരെ ജനങ്ങൾ ഹാപ്പി ആവുക. ഇവിടെ ഈ ഭൂമിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഡൽഹി മണ്ണിൽ ഞാൻ തന്നെ ജീവിക്കുന്നോണ്ട് എനിക്ക് പറയാം. ആ കാരണം ഈ മണ്ണ് അങ്ങനെ അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഡൽഹിയിൽ നിന്നും പങ്കെടുക്കുന്നത് നുസ്രത് ജഹാൻ മാത്രമാണ്. അതാ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡൽഹി മണ്ണില് ഡൽഹി അങ്ങോട്ട് സ്വീകരിക്കൂ, ഒരു അമ്മയെ പോലെ അങ്ങോട്ട് ആൾക്കാരെ സ്വീകരിക്കൂ. അങ്ങനെയാണ് ഈ മുഗളന്മാരൊക്കെ വന്നത്. അപ്പൊ നമ്മൾ അത് നോക്കുമ്പോ കാണാം മുഗൾ സാമ്രാജ്യം മറ്റുപോയത്. ഡൽഹിനെ ചീറ്റ് ചെയ്തപ്പോഴാണ് സത്യത്തില് മുഗൾ സാമ്രാജ്യം ഇല്ലാതായി പോയത്. കാരണം അത് എപ്പോഴും പറയണ നിസാമുദ്ദീൻ ദർഗാല് ഔലിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡൽഹി ബഹുത് ദൂരെ. അദ്ദേഹം പറഞ്ഞത് മുഗൾ ചക്രവർത്തി അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരുമ്പോ നരേന്ദ്രമോദി പറഞ്ഞ പോലത്തെ വാക്കുകളായിരുന്നു അന്ന് അദ്ദേഹം യൂസ് ചെയ്ത്. 7 സുൽത്താനേത്തിനെ പോലും അയാൾ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിനെ പോലും ഈ സുഡാപ്പികള് ഹിന്ദു ആയിട്ടാണ് ചിത്രീകരിക്കുക. അപ്പൊ പക്ഷെ സത്യത്തിനാണ് അത്. സത്യം എന്നുള്ള പ്രപഞ്ച സത്യമാണ് ഡൽഹിയിൽ നടക്കുള്ളൂ. അപ്പൊ നമ്മളാണെങ്കിൽ എത്ര ദിവസം ഇവിടെ നിന്നുള്ള നമ്മൾ സത്യസന്ധമായി പോണോടത്തോളം കാലം ആരാണെങ്കിലും ഈ മണ്ണിൽ പറ്റുള്ളൂ. അത്ര പവിത്രമായ ഒരു ലാൻഡ് ഞാൻ സത്യത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യ ഒട്ടും സഞ്ചരിച്ചിട്ടുണ്ട്. ഡൽഹി ഇന്ദ്രപ്രസ്ഥ പറയുന്നോണ്ടും അതിന്റെ ചുറ്റിലും വരുന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്കുണ്ട്. അവരൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്, ആൾക്കാരും ഉണ്ട്. ഓരോ കാര്യങ്ങള് ഇങ്ങനെ ഒരു മഴയിൽ ഉദിച്ചു വരുന്ന കൂണ് പോലെ ഉള്ളത് സത്യസന്ധമല്ലെങ്കിൽ അവിടെ വെച്ച് കരിഞ്ഞു പോയതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നരേന്ദ്രമോദിനെ കുറ്റം പറയും, കളിയാക്കും, പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് കോൺഗ്രസ്. നമ്മൾ ആം ആദ്മിനെ മാത്രം കുറ്റം പറഞ്ഞു പോണ്ട. അത്രയും വലിയതായിട്ട് നരേന്ദ്രമോദി അങ്ങനെ എങ്ങനെ പറയണ, അവർക്ക് ഒരു സീറ്റ് ഇവിടെ പിടിക്കാൻ പറ്റുമോ കോൺഗ്രസിന്? അതാണ് ഇയാളുടെ നമുക്ക് ഉറപ്പായിരുന്നു ഇയാൾ തോൽക്കുന്നു, ഇതേ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നുള്ളത് നമുക്ക് ഉറപ്പാ. അത് പക്ഷേ അത് ഇവരിന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. എവിടെയെങ്കിലൊക്കെ ഇവരെ എന്തെങ്കിലും പിടിച്ചു കയറും. ഒരു കാലത്ത് ഡൽഹി ശക്തമായി ഭരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ എവിടെ? അതെ, ഡൽഹി മാത്രമല്ലല്ലോ, ഭാരതത്തിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടിയാണല്ലോ. പക്ഷെ ഇതാണല്ലോ നമ്മുടെ തലസ്ഥാനം എന്ന് പറയുമ്പോ. ഡൽഹി എന്ന് പറയുമ്പോഴാണല്ലോ ന്യൂ ഡൽഹി, ഓൾഡ് ഡൽഹി എന്നൊക്കെ പറയുമ്പോഴല്ലേ ലോകത്തിലേക്ക് വേഗം എത്തിപ്പെടുന്നത്. ഈ നെഹ്റു കുടുംബം, എനിക്ക് ചോദിക്കാനുള്ള, ഈ നമ്മളെയൊക്കെ ആക്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരളത്തിലുള്ള. ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന നെഹ്റു കുടുംബം ഭരിച്ച ഈ ഡൽഹി, അവരിയ്ക്കുന്ന അവരെ വീട്, അവരാൾക്കാരെ ശ്മശാനം, അവരുടെ മ്യൂസിയം, ഇങ്ങനെ പറഞ്ഞ് എല്ലാത്തിലും ഓടി നടന്ന് ഇവരുണ്ടാക്കി വെച്ച സ്വത്തുക്കൾ പലതും ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിലായിപ്പോയി. ലീസിനെടുത്തതും വഖഫിന് എഴുതിയത്, ഇനിയിപ്പോ വഖഫ് ത്രൂ പിടിച്ചെടുക്കാൻ നോക്കാം. ഇതൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. വഖഫ് ഭൂമി 40% ഡൽഹിന്റെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞാല് കോൺഗ്രസിന് ആരാ വോട്ട് കൊടുക്കുക? ഇവിടുത്തെ മനുഷ്യർക്ക് അറിയാലോ. രാജ്യം വെട്ടിമുറിച്ചതിന്റെ വേദന അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഈ ഡൽഹിയില്. ഞാൻ കാണുന്നതാ ഞാൻ പറയണേ. ഞാൻ രാഷ്ട്രീയമൊന്നും ഒരുപാട് പറയുന്നില്ല. യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യമാണ് ഇവർ കാണിച്ചു കൊടുത്തത്. 40% പാർലമെന്റ് അടക്കം സുപ്രീം കോർട്ട് അടക്കം വഖഫ് ഭൂമിയാണ് പറയുമ്പോ ഈ ഡൽഹിയിലുള്ള ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ ജയിപ്പിക്കാനോ വെച്ച ഏതെങ്കിലും ഒരു വോട്ട് അവർക്ക് കിട്ടാനോ ഒരു വഴിയില്ല. ആ ലെവലിലാണ് ഇവിടെ നെറേറ്റീവായിട്ട് നടന്നത്. പണ്ടത്തെ നെറേറ്റീവ് ഒക്കെ വിജയിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് ഇനി ജനങ്ങൾക്ക് തിരിഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾക്ക് ബോധം വന്നു. എന്താ വെച്ചാല്, കാരണം
ഒരു കാലത്ത് നമ്മളിങ്ങനെ തെറ്റായി സ്കൂളിൽ പഠിച്ചാലും കോളേജ് പഠിച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മളൊരു വിവരം വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും പിന്നെ മനസ്സിലാവും. അപ്പൊ ഇന്ന് ഭാരതത്തിന്റെ പൊട്ടൻഷ്യൽ ഇന്ന് UP-യിൽ കണ്ടുകൊണ്ടിരിക്കുക. ഭാരതത്തിന് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ഈ രാജ്യത്തിന്റെ ട്രഡീഷൻ, കൾച്ചർ, ആത്മീയത ഇതെല്ലാം കാണിക്കുന്ന ഒരു സർക്കാരാണ്. നമുക്ക് നമ്മളെ രാജ്യത്തിനെയാണ് ആവശ്യം, രാജ്യത്തിന്റെ പൊട്ടൻഷ്യലാണ് ആവശ്യം എന്ന് ഒരു രാഷ്ട്രീയമില്ലാത്തൊരു ഇവിടെ ചിന്തിച്ചു തുടങ്ങി. അതെ, കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ കോൺഗ്രസിന് 0-ൽ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ് ഡൽഹിയിലെ ജനങ്ങൾ അവരുടെ ജനവിധിയിലൂടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വേറൊരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതായത് ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പ്രൊഫസർ റോണി കെ ബേബി, ഈ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ മദ്യനയമാണ്. കാരണം ഈ മദ്യനയത്തിലാണ് അദ്ദേഹം അഴിക്കുള്ളിലാകുന്നത്. ഏറ്റവും വലിയ ആരോപണം നേരിട്ടതും ആ വിഷയത്തിൽ തന്നെയാണ്. നമ്മൾ കേരളവുമായി ബന്ധപ്പെടുത്തി അതിനെ ഇപ്പോഴൊന്ന് സംസാരിക്കേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട്. കേരളത്തിലും പുതിയ മദ്യനയം വരികയാണ്. ബ്രൂവറി അടക്കമുള്ള പുതിയ മദ്യനയങ്ങൾ വരുന്നു. ഇന്ന് ആരംഭിച്ച മാരാമൺ കൺവെൻഷനിൽ പോലും മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അതിനെ നഖശികാന്തം എതിർത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അവിടെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് നടന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ സംസാരിച്ച RSS സർസംഘചാലക് സംസാരിച്ച ഡോക്ടർ മോഹൻ ഭാഗവത് സംസാരിച്ച വാക്കുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് അദ്ദേഹം മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അതായത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിനോട് മാത്രമല്ല സഹോദര അല്ലെങ്കിൽ മറ്റ് സമൂഹത്തോടും ചേർന്ന് നിന്നുള്ള പോരാട്ടം നടത്തുമെന്നുള്ളതാണ് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അവിടെ പ്രഖ്യാപിച്ചത്. ഇവിടെ ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അത് ആ ഒരു വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ പരാജയത്തിന് ഇത്തരത്തിലുള്ള മദ്യനയം കാരണമായി എങ്കിൽ സംസ്ഥാനത്ത് കേരളത്തിലേതടക്കമുള്ള മദ്യനയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇപ്പോഴും വിജയിക്കുന്നുണ്ടോ? ഈ ഡൽഹിയിലടക്കമുള്ള കാര്യങ്ങളിലും സംഭവിച്ചത് അതാണ്. അത് കൃത്യമായി BJP ഉപയോഗിച്ചു, അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ പ്രതിപക്ഷമായ സംസ്ഥാനത്തും കേരളത്തിലും പ്രതിപക്ഷമായ കോൺഗ്രസിന് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഡൽഹിയുടെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അക്കാര്യം ഒന്ന് വിശദമാക്കാമോ പ്രൊഫസർ റോണി കെ ബേബി? ശ്രീ വിനോദ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 30 സെക്കൻഡ് മാത്രം നുസ്രത് ജഹാന് ഞാൻ ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ വിനോദിന്റെ ചോദ്യം. ഇവിടെ പറയുന്നു നെഹ്റു ഗാന്ധി കുടുംബത്തിന് ഏതാണ്ടൊക്കെ നരേന്ദ്രമോദി സർക്കാർ പിടിച്ചെടുത്തു. കുടുംബത്തിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, 1 സെന്റ് വസ്തു നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെതായി മോദി ഭരണകൂടം എടുത്ത് കാണിക്കാമോ? 3 കൊട്ടാരങ്ങൾ, സ്വരാജ് ഭവൻ, ആനന്ദ് ഭവൻ, തീൻമൂർത്തി ഭവൻ, ഈ 3 കൊട്ടാരങ്ങളും നെഹ്റു കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. അത് 3ഉം ഈ രാജ്യത്തിന് വേണ്ടി നൽകിയതാ, വിട്ടുകൊടുത്തതാ. പിന്നെ മാഡം പറഞ്ഞു ഇവിടെ എല്ലാ ഡൽഹിയിലെ മ്യൂസിയങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിത്വം വരിച്ച 2 പ്രധാനമന്ത്രിമാരുടെ പാരമ്പര്യമുള്ള ഒരു പത്രമുണ്ട്, അതിന്റെ കേസ് നടക്കുന്നതേ ഉള്ളൂ. പാരമ്പര്യമുള്ള ഒരു പത്രത്തിന്റെ കേസ് ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ. ആ പത്രം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പത്രമായിരുന്നില്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പത്രമായിരുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അത് എന്റെ ചീഫ് എഡിറ്ററൊക്കെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നീട് അത് കോൺഗ്രസ് പാർട്ടിയുടെ ആയി പിന്നെ നിലനിർത്തി പോയ ഒരു സംഭവം അതിനകത്തുള്ളൂ. അതായത് നെഹ്റുവിന്റെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ മാത്രം പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നുമല്ല. അതിനകത്തൊരു ബോർഡ് ആ വിഷയം നിർത്തിയ ഞാൻ നുസ്രത് ജഹാന് മറുപടി കൊടുത്തു, ഞാനത് നിർത്തിയ. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം വിനോദ് ചോദിച്ച വളരെ പ്രസക്തമാണ്. ഇവിടെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് എവിടെയാണ് അടി തെറ്റിയത് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ മദ്യനയത്തിന്. കാരണം ആദ്യം അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹി ഒരു മിച്ച ബജറ്റ് ആയിരുന്നു. കാരണം അവിടുത്തെ വിൽപ്പന വിതരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരുന്നു, വലിയ റവന്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആ ബജറ്റ് അവിടെ ഈ പറയുന്ന മിച്ച ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞത് 2020 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മോഹങ്ങൾ ഒരുപാടായി. അത് ക്രൗഡ് ഫണ്ടിലൂടെയാണ്, നമ്മൾ ഇന്ത്യയിൽ ഒരിടത്തും കേട്ടിട്ടില്ല. ക്രൗഡ് ഫണ്ട് ജനങ്ങൾ നൽകിയ സംഭാവനയിലൂടെയാണ് ഈ ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതെങ്കിൽ 2020 ശേഷം അവരുടെ മോഹങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രിയാകാനുള്ള മോഹങ്ങളൊക്കെ അങ്ങ് വളർന്നപ്പോൾ എന്ത് ചെയ്തു? അഴിമതി വളരെ കൃത്യമായി ഈ പറയുന്ന ഡൽഹി മദ്യനയ അഴിമതി അവിടെ ഉണ്ട്. എന്താണ് കാരണം? ഒരു ലേലവുമില്ലാതെ, ഒരു എഗ്രിമെന്റും ഇല്ലാതെ അവിടെ ഈ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് അവിടെ മദ്യഷാപ്പുകളിലേക്ക് മദ്യം വിതരണം ചെയ്യുന്നതിനുള്ള മുഴുവൻ ലൈസൻസും സർക്കാരിന്റെ കുത്തക എടുത്തു മാറ്റി. അത് പ്രൈവറ്റൈസ് ചെയ്തു, സ്വകാര്യവൽക്കരിച്ചു. എന്താ, ഒരു കുപ്പി മദ്യത്തിന് 1 ഫ്രീ എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? മദ്യ കമ്പനികൾ ഡൽഹിയിൽ മദ്യമൊഴുക്കി.
ഇതാണ് അവിടെ സംഭവിച്ചത്. അവിടുത്തെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് അതിഷിയെ അവിടെ വനിതാ മുഖ്യമന്ത്രി ആക്കിയിട്ട് പോലും അവിടുത്തെ സ്ത്രീകൾ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ലോവർ ഇൻകം ഗ്രൂപ്പ്, ഈ കോളനികളിലും ചേരികളിലും ഒക്കെ താമസിക്കുന്ന ഏറ്റവും സാധുക്കളായ ആളുകൾ, അവരുടെയൊക്കെ കുടുംബജീവിതങ്ങൾ പലതും തകർന്ന് തരിപ്പമായി. കാരണം എന്താ, ഡൽഹിയിൽ മദ്യം ഒഴുക്കി ആ മദ്യത്തിലൂടെ കിട്ടിയ പണം വെച്ച് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ ദേശീയ പാർട്ടിയാക്കി മാറ്റി. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ കേരളത്തിലും അത് ആവർത്തിക്കുകയാണോ? ഒരു സംശയം വേണ്ട. നമ്മുടെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ നോക്ക്, നടക്കുന്ന വയലൻസ് നോക്ക്, കത്തിക്കുത്തുകൾ നോക്ക്, കൊലപാതകങ്ങൾ നോക്ക്, അതിന്റെ എല്ലാം പിന്നിൽ എന്ന് പറയുന്നത് ലഹരിയായി മാറിയിരിക്കുക. ഇവിടെ മദ്യം ഒഴുക്കുകയാണ് ഇപ്പോൾ. അതിനു വേണ്ടിയിട്ടാണ്. കാരണം അതിനകത്ത് ഈ പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളായിരുന്നു. കാരണം നമ്മുടെ CPM-ന് വോട്ടില്ലാന്നിട്ട് പോലും ഈ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാ സമയത്തും ഇവിടെ കേരളത്തിൽ പോലും വന്ന അരവിന്ദ് കെജ്രിവാൾ ഈ പിണറായി വിജയന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവര് വളരെ സഹോദരങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സൗഹൃദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞത് തന്നെയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് കഞ്ചിക്കോട്ട് ബ്രൂവറി പ്ലാന്റിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതേ കമ്പനി തന്നെ ഡൽഹി മദ്യനയ അഴിമതി കേസില് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട ഡയറക്ടറുടെ ഉടമസ്ഥതയിലുള്ള അതേ കമ്പനിക്കാണ് കേരളത്തിലെ മുഴുവൻ നയങ്ങളും പൊളിച്ചു മാറ്റിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് 1999 അന്ന് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന കേരളത്തിൽ പുതുതായി ഈ പറയുന്ന ബ്രൂവറി ബിവറേജസ് പ്ലാന്റുകൾ അനുവദിക്കില്ല എന്ന പോളിസി പോലും ഏകപക്ഷീയമായി അട്ടിമറിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ അവിടെ പിണറായി വിജയനും അദ്ദേഹത്തിന് കുറെ പിണയാളുകളും മാത്രമായി ചർച്ച നടത്തി. അപ്പൊ ഇത് സമാനമാണ്. ഗോവ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി മദ്യ കമ്പനികളുടെ പണം ഒഴുക്കിയെങ്കിൽ അതുപോലെയാണ് പാലക്കാട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി പണം ഒഴുക്കിയത് മുഴുവൻ അതേ കമ്പനിയാണ്. ഈ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സുപ്രീം കോടതിയുടെ പോലും ഇടപെടൽ മൂലം അടച്ചുപൂട്ടപ്പെട്ട ഈ കമ്പനി അവര് തന്നെ ഇപ്പോൾ കേരളത്തിൽ വന്ന് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ BJP എന്നോ RSS എന്നോ കോൺഗ്രസ് എന്നോ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിപത്തിനെതിരെ ഇത് കേരളത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് കേരള സർക്കാർ നിലനിൽക്കുന്നതിന് എന്താ? മദ്യം വിറ്റ്. കാരണം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ എത്രയോ പുതിയ ബാറുകൾ തുറന്നു. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളില്ലാതെ വരുന്നവർക്കെല്ലാം എന്താ ഈ പറയുന്ന ബാറുകൾ അനുവദിച്ചുകൊണ്ട് മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ട് 200-400 പുതിയ ബാറുകളാണ് ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷ കാലയളവിൽ കേരളത്തിൽ അനുവദിച്ചത്. അവരിൽ നിന്ന് എന്താ അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഇന്ന് കേരളം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നികുതി പിരിവിലെ അലംഭാവമാണ്. ആ നികുതി പിരിവിൽ ഏറ്റവും അധികം നികുതി കൊടുക്കേണ്ടവരിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ബാർ ഉടമകളാണ്. ടേൺ ഓവർ ടാക്സ് വലിയ ശതമാനമാണ് ടേൺ ഓവർ ടാക്സ് ബാർ ഉടമകളിൽ നിന്നും പിരിഞ്ഞു കിട്ടാറുള്ളത്. അതിന് പോലെ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് നികുതി പിരിക്കുന്നില്ല. പകരം നവകേരള യാത്ര പോലെയുള്ള മാനവീയം പോലെയുള്ള സർക്കാരിന്റെ പരിപാടികൾക്ക് ഈ ബാർ ഉടമകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ചുകൊണ്ട് സംഭാവനകൾ മേടിച്ചുകൊണ്ട് അവരുടെ ഭീമമായ നികുതി എഴുതി തള്ളിക്കൊണ്ട് ഇത് നമ്മൾ ഒരു നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. നമ്മൾ കണ്ടല്ലോ ഇവിടെ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബാർ ഉടമകളുടെ ടെലിഫോൺ സംഭാഷണം ഇവിടെ പുറത്തു വന്നത്. ഗവൺമെന്റിന് മദ്യനയം മാറ്റുവാൻ ഇത്ര കോടി രൂപ ഈ പറയുന്ന എക്സൈസ് വകുപ്പിന് അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന് കൊടുക്കണം. ഓരോ ബാർ ഉടമയും വേണ്ട 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് കൊടുത്ത് കോടിക്കണക്കിന് രൂപ കൊടുക്കണം. മദ്യനയത്തിൽ മാറ്റം വരും. മദ്യനയത്തിൽ മാറ്റം വന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ എന്താണോ അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് അതുപോലെ തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇവിടെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രമസമാധാന പാലനം തകരാറിലായിരിക്കുന്നു. ഇവിടെ നിത്യേന എന്ന പോലെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും ക്രൂരമായിട്ടുള്ള മനുഷ്യവിരുദ്ധം. ഇവിടെ എന്റെ തൊട്ടടുത്താണ് ഏറ്റുമാനൂരില് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യൻ അറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് മദ്യലഹരിയിലായ മദ്യലഹരി നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ വളരെ ദോഷകരമായ നിലയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഡൽഹിയിലെ മദ്യനയം മാറ്റിയത്, മദ്യനയത്തിലുണ്ടായ അഴിമതി, ആ അഴിമതിയിലാണ് അദ്ദേഹം ജയിലിനുള്ളിലാകുന്നതും. മദ്യനയത്തിൽ ഉണ്ടാക്കിയ മാറ്റം അവിടുത്തെ ജനങ്ങളുടെ വികാരത്തെ ബാധിച്ചിട്ടുണ്ടോ? അത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് കരുതാൻ കഴിയുന്നുണ്ടോ? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതുകൂടാതെ അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നറിയാം. എന്നാൽ പോലും ഇടതുപക്ഷത്തിന് ഡൽഹിയിലുണ്ടായിരുന്ന പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ നോട്ടയ്ക്കും പിന്നിലാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട്.
CPIയുടെ അതായത് നോട്ടയ്ക്ക് ലഭിച്ച വോട്ട് 0.57 ആണെങ്കിൽ CPIക്ക് ലഭിച്ചത് 0.02, CPMന് ലഭിച്ചത് 0.01 എന്നുള്ള നിലയിലാണ്. അതായത് നോട്ടയ്ക്കും പിന്നിലാണ് ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട്, ഡൽഹിയിൽ ലഭിച്ച വോട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഡൽഹിയിലെ പ്രസക്തി, അത് ഒരു രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഈ മദ്യനയം ജനങ്ങൾ ആപ്പിനെതിരാകുന്നത് കാരണമായിട്ടുണ്ടോ? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ. ഇടതുപക്ഷത്തിന് ഡൽഹിയിൽ മാത്രമായി ഒരു പ്രസക്തിയില്ല. അല്ല, ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കൊണ്ടാണ് അത് ദേശവ്യാപകമായ ദേശീയമായ പ്രസക്തിയാണ്. അതെ, അത് മനസ്സിലായി. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിലും CPM അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ കക്ഷികളോ കരസ്ഥമാക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വിലയിരുത്തപ്പെടുന്നത്. അതിന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഡൽഹിയിൽ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും, ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും, ഇനി അഥവാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും ഡൽഹിയാണല്ലോ ദേശീയ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഇടം. ആ ഡൽഹിയിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനോട് ഒരു നിലപാട്, ആ നിലപാട് ഇല്ലാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കൊണ്ടോ ഇല്ലയോ ആ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇത്ര വീറോടെയും വാശിയോടെയും ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ 0 സീറ്റ് തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് പ്രൊഫസർ റോണി ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ആരെയും പരിഹസിക്കാൻ ഈ അവസരം ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ്, മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ BJPയുടെ മഹത്തായ നേട്ടത്തെക്കുറിച്ച് പലരും പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യനൊക്കെ പറയുന്നുണ്ട്. എന്താണ് BJPയുടെ അവസ്ഥ? 400 സീറ്റ് ചോദിച്ചുകൊണ്ടാണ് അവർ ജനങ്ങളെ നേരിട്ടത്. 400 ജനങ്ങൾ കൊടുത്തത് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം പോലും BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകപ്പെട്ടില്ല. പിന്നീട് എങ്ങനെ മന്ത്രിസഭ ഉണ്ടായി, എങ്ങനെ അധികാരത്തിൽ വന്നു, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒന്നും പേരിൽ ആരെയും പരിഹസിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പം ഡൽഹിയിലെ മദ്യനയം ആണ് കെജ്രിവാളിൻ്റെ പതനത്തിന് കാരണമായതെങ്കിൽ ആയിരിക്കാം, അല്ലായിരിക്കാം. മദ്യനയത്തിൻ്റെ ശരിയും തെറ്റും അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഞാൻ കെജ്രിവാളിനെ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല. പക്ഷേ അങ്ങനെ കെജ്രിവാളിനെ അപകടത്തിലാക്കിയ അതേ മദ്യനയം തന്നെയാണ് കെജ്രിവാളിൻ്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിലല്പം യുക്തിഭംഗമുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അനുഭവങ്ങളാണ് പാഠമെങ്കിൽ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്, അവിടെ മദ്യനയത്തിലെ അപാകത എന്തായിരുന്നു, അതൊക്കെ അറിയാത്തവരല്ലല്ലോ ഇവിടെയും ഭരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വരട്ടെ, അത് ഓരോന്ന് വരുമ്പോൾ നമുക്കതിനുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നേക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ അമിതമായ ഒരു ആവേശത്തോടെ ഉത്സാഹത്തോടെ ചിലർ സംസാരിക്കുമ്പോൾ അവർ സ്വന്തം നില അവസ്ഥ എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടി ഒന്നിടയ്ക്ക് ആലോചിക്കേണ്ടതാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ക്രൈസ്തവ സഭകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സമുദായ നേതാക്കളൊക്കെ ഈ മദ്യനയത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയാണ്. അവർ ലേഖനങ്ങൾ എഴുതുകയല്ല, ഇടയലേഖനം വായിക്കുകയല്ല, അവരുടെ പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ, പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, അവിടെയൊക്കെ തന്നെ അവർ പരസ്യമായി ഇതിന് എതിരെ രംഗത്ത് വരികയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് ആരംഭിച്ച മാരാമൺ കൺവെൻഷനിൽ ഉയർന്നു കേട്ടത് അതാണ്. അതേ ക്രൈസ്തവ സഭകളും അതുപോലെയുള്ള ഇതര സംഘടനകളുമൊക്കെ, വ്യക്തികളും സംഘടനകളും, അവരൊക്കെ മദ്യത്തിന് എല്ലാ കാലത്തും എതിരാണ്. മർജ്ജനമല്ല, മദ്യ നിരോധനം തന്നെ വേണം എന്നാവശ്യപ്പെടുന്നവരാണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സഭകൾ അപ്രകാരം നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിതമായ മദ്യവർജന നയം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ സമീപിച്ചത്, വോട്ട് ചോദിച്ചത്, വിജയിച്ചത്, അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാരാമൺ കൺവെൻഷനിലായാലും ഇനി മറ്റേത് ഒരു സമ്മേളനത്തിലായാലും അഥവാ പള്ളിയിലായാലും മദ്യത്തിനെതിരെ സഭ സംസാരിക്കുമ്പോൾ അതിൽ പുതുമയില്ല. അത് സഭയുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് സഭ മാറ്റം വരുത്തുകയുമില്ല. അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമ്മൾക്കറിയാം ഡൽഹിയിലെ മദ്യനയം, അതായത് സ്വകാര്യ കമ്പനികൾക്ക് ചില്ലറ വിൽപ്പന
സമ്പൂർണ്ണമായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു മദ്യനയമാണ് അദ്ദേഹം അവിടെ നടപ്പാക്കിയത്. അതിലൂടെ അദ്ദേഹം വലിയ അഴിമതി കാട്ടി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് സമാനമായ സ്ഥിതി നിലനിൽക്കുന്നു എന്നാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അത് സമ്മതിച്ച് തരാനും തയ്യാറല്ല. ഈ മദ്യനയത്തിൽ പ്രത്യേകിച്ചും ഡൽഹിയിൽ അത് തിരിച്ചടിയായി എങ്കിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ മദ്യം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ഈ മദ്യനയത്തിലുണ്ടാക്കിയ മാറ്റം, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളടക്കമുള്ള സമുദായ സംഘടനകൾ ശക്തമായി രംഗത്ത് വരുമ്പോൾ ജനവികാരം എതിരാണ് എന്ന ഭരണപക്ഷം മനസ്സിലാക്കാതെ പോയാൽ ഡൽഹിയെ പോലെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ജയസൂര്യൻ? വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പൊ വിനോദ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് ഈ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു സത്യമായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരം ഏറ്റെടുത്ത് ഭരണം ആരംഭിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും ഇടതുപക്ഷക്കാർക്ക് അദ്ദേഹം അന്ന് തന്നെ തീരെഴുതി കൊടുത്തത്. റഷ്യയുമായിട്ടുള്ള ബാന്ധവവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല മേഖലകളിലും കോൺഗ്രസ് ആണെങ്കിലും ഈവൻ BJP ആണെങ്കിൽ പോലും അവരുടെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമുണ്ട്, അത് മെയ് ദിനമാണ്. കോൺഗ്രസിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിലും കോൺഗ്രസിന് ഒരു തൊഴിലാളി ദിനം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കടം മേടിക്കേണ്ടി വന്നു. അവരും ആ തൊഴിലാളി ദിനം കടം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും INTUC-യുടെ തൊഴിലാളി ദിനം കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി ദിനം തന്നെ. അപ്പോ എന്നാൽ വ്യത്യസ്തമാണ് BMS-നെ സംബന്ധിച്ചിടത്തോളം. അവർ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ദിനമാണ്, അതായത് വിശ്വകർമ്മ ദിനമാണ് തൊഴിലാളി ദിനമായിട്ട് അവരാചരിക്കുന്നത്. ഈ ഒരു മാറ്റമുണ്ടല്ലോ, ഈ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യനയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സംസ്കാരം, ധാർമ്മികത എന്നൊക്കെ പറയുന്നത് കേവലം ഒരു വലതുപക്ഷ മൂരാച്ചി ചിന്താഗതിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ച് ആത്മാവ്, ദൈവം എന്ന് പറയുന്നതോ സംസ്കാരം, ധർമ്മം എന്നൊക്കെ പറയുന്നതോ തികച്ചും അപ്രസക്തമാണ്. ഭൗതികമായിട്ട് മാത്രമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ നോക്കുമ്പോൾ ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. ജനങ്ങൾ MDMA ഉപയോഗിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവരതൊക്കെ അഭിമാനമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇതിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിനും നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് പറയാൻ മാന്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വന്ന് കേരളത്തിന്റെ ഭരണകൂടത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എന്താണ്? 1 കടം മേടിക്കുക, 2 കള്ളു കുടിക്കുക, 3 ചൂത് കളിക്കുക, 4 പിടിച്ചു പറിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെയായിരിക്കും കാണുക? പക്ഷേ ഈ 4 കാര്യങ്ങളാണ് കേരളത്തിന്റെ മന്ത്രിസഭ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ വ്യക്തമാണല്ലോ. കടം മേടിക്കുക, ഏറ്റവും വലിയ വരുമാന മാർഗം കടം മേടിക്കുക. ഒരു വ്യക്തി കടം മേടിച്ച് ജീവിച്ചാൽ അവനെ നമ്മൾ എന്ത് വിളിക്കും? കള്ളു കുടിക്കുക. അതായത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം മദ്യത്തിൽ നിന്ന്. പിന്നെ ചൂത് കളിക്കുക, ലോട്ടറി എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ചൂതാട്ടം. പിന്നെയോ പിടിച്ചു പറിക്കുക. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പെട്രോൾ, ഡീസൽ വിലയിൽ നിന്ന് 5 മുതൽ 8 വരെ രൂപ കൂടുതൽ പല കാരണം പറഞ്ഞ് പിടിച്ചു പറിക്കുക. അല്ല ജയസൂര്യ, ഇത് ഡൽഹിയിൽ എങ്ങനെ ജനങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ്. ഡൽഹി മദ്യനയ മാറ്റം ഡൽഹിയിലെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ വിനോദ്, ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നത്. ഈ രീതിയിലുള്ള ഒരു ഭരണ സംസ്കാരത്തെ കേരളത്തിൽ അനുവർത്തിക്കുമ്പോൾ ആ ഭരണ സംസ്കാരം അതേപടി കോപ്പിയടിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയ വ്യക്തിയാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും. കാരണം ധാർമ്മികത എന്ന് പറയുന്നത് ലവലേശം തന്റെ ഭരണത്തിലോ തന്റെ ഭരണകൂടത്തിലോ ഇല്ലാതെ അദ്ദേഹം തലകുത്തി വീണു, ആഡംബരങ്ങളിലേക്ക് തലകുത്തി വീണു. 49 കോടിയുടെ കൊട്ടാരത്തിൽ കയറി താമസിച്ചു. കുടിക്കാൻ ശുദ്ധജലമില്ല, കുളിക്കാൻ ശുദ്ധജലമില്ലെങ്കിലും ഒരു കുപ്പി വാങ്ങുമ്പോൾ ഒരു കുപ്പി ഫ്രീ എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മദ്യ അഴിമതിയിൽ മദ്യത്തിൽ ഡൽഹിയെ മുക്കി, അവിടുത്തെ ക്രമസമാധാന നിലയടക്കം തകരാറിലാക്കി, ഭാവിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാക്കി. അങ്ങനെയുള്ള
അധാർമികതയിലേക്ക് തലസ്ഥാന നഗരത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് ഈ പറയുന്ന ഒരു ചിന്താഗതിയാണ്. അതായത് നേരത്തെ ഇവിടെ നുസ്രത് ജഹാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് അതിന്റെ ആത്മാവുണ്ട്, അതിന്റെ സംസ്കാരമുണ്ട്. ഇതൊക്കെ ആം ആദ്മി പാർട്ടി മറന്നുപോയി, കേജ്രിവാൾ മറന്നുപോയി. ഇന്ത്യയുടെ ധാർമ്മികതയാണ്. ഞാനൊരു ഒറ്റ കാര്യം പറയാം, യമുനയുടെ തീരത്ത് ആരതി ഒഴിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു. എന്താ കാരണം എന്നറിയാം? അവർക്ക് കുംഭമേളയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. രണ്ട് കാരണങ്ങളോ, ഒന്ന് കുംഭമേളയ്ക്ക് പോകാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, പിന്നെ അവിടെ ചെന്നാൽ അവിടെ വലിയ തിരക്കാണ്, പോയി വരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാവങ്ങൾ യമുനയുടെ തീരത്ത് ആരതി ഒഴിഞ്ഞുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മുഴുവൻ ചെളിയാണ്, അവിടെ മുഴുവൻ മാലിന്യമാണ്. ഈ യമുനാ തീരങ്ങൾ ശുദ്ധീകരിച്ചു കൊടുക്കും കുംഭമേളയ്ക്ക് മുമ്പ് എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ഭരണകൂടത്തെ കാണാനുമില്ല. അതൊക്കെ അവിടെ ഉണ്ടായ വിപരീതമായിട്ടുള്ള വേവിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ധർമ്മത്തെയും മറന്നുകൊണ്ട് കേവലം സാമ്പത്തികമായി അധാർമികമായി മുന്നോട്ട് പോകുന്ന ഏതൊരു ഭരണകൂടവും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഇന്ത്യ സഹിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ രാജ്യത്തിനൊരു ആത്മാവുണ്ട്, ആ രാജ്യത്തിനൊരു സംസ്കാരവും ധർമ്മവും ഉണ്ട്. അതിന് വിരുദ്ധമായ രീതിയിലേക്ക് കടന്നു കയറി എന്തും ചെയ്യാം എന്ന് തോന്നിയാൽ നടക്കില്ല, അതാരും സമ്മതിക്കില്ല. അതാണ് ഡൽഹിയിൽ കണ്ടത്, അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. അതെ, ജനങ്ങൾക്ക് എതിര് നിന്നാൽ എത്ര വലിയ ശക്തമായ ഭരണമാണെങ്കിൽ കൂടി ഇനി രണ്ടാമത് തവണ അധികാരത്തിൽ വന്നാലും മൂന്നാമത് തവണ അധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് വിരുദ്ധമായ സമീപനങ്ങളുമായി മുന്നോട്ട് പോയാൽ അവർ മാറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. നുസ്രത് ജഹാൻ ഡൽഹിയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കരുതുന്നു. ഈ ഡൽഹിയിലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി വന്നപ്പോൾ സൗജന്യങ്ങൾ നിരവധി അനുഭവിച്ച ജനത അവിടെയുണ്ട്. അത്തരത്തിലുള്ള വെള്ളം, വൈദ്യുതി, ഇത്തരം കാര്യങ്ങളിലെല്ലാം സൗജന്യം അനുഭവിച്ചവർ ഉണ്ട്. പിന്നെ എവിടെയാണ് ഈ ആളുകൾ എതിരായത്? ഏത് കാര്യത്തിലാണ്? ഇപ്പോൾ മദ്യനയം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജനങ്ങൾ വളരെ പെട്ടെന്ന് ഈ സർക്കാരിനെ വെറുത്തു തുടങ്ങിയത് ഏത് ഘട്ടം മുതലാണ്? എവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് പാളിയത് എന്ന് കരുതുന്നു നുസ്രത് ജഹാൻ? ആം ആദ്മി പാർട്ടിക്ക് ഇവിടുത്തെ ക്രമസമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ ഈ ലിക്വർ നയം എന്ന് പറഞ്ഞത് എല്ലാത്തിലും ഫ്രീ ആണല്ലോ ഇവിടെ. അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ സ്ത്രീകളും കുട്ടികളുമാണ് എന്ത് വരുമ്പോ സുഖം അനുഭവിക്കാനും അവര് തന്നെയാണ്. ഏതൊരു പ്രതിസന്ധിയിൽ വരുമ്പോ ആദ്യം അനുഭവിക്കുന്നവരാ. അവരത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്. കാരണം അവരുടെ വോട്ടുകൾ തിരിച്ച് ഇതുപോലുള്ള ഒരു ആൾക്ക് തിരിച്ച് ഇതുപോലുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കുക. അവരതന്നെ പറഞ്ഞ അവരുടെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ക്യാമ്പയിനുകളിൽ പറഞ്ഞത് BJPന്റെ അടുത്തേക്ക് അവർ വന്ന് ഞങ്ങൾക്ക് ഫ്രീ അല്ല വേണ്ടേ, ഞങ്ങൾക്ക് സത്യസന്ധമായ രാജ്യം. ഇവിടുത്തെ ആൾക്കാര് നമ്മൾ ഒത്തിരി പറയേണ്ടതുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ ഞാൻ സംഘിയാണ് പറയും. ഓക്കെ, സംഘികളെ കൂടെ ഉള്ള ഒരു പാർട്ടിയിലെ ആൾ തന്നെ ആവട്ടെ. ഈ ഒരു സ്പിരിച്വൽ ബോധമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അത് സ്പിരിച്വൽ ബോധമുള്ള മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ്, ഹിന്ദുക്കളും അങ്ങനെ. രണ്ടു കൂട്ടരെയും ഞാൻ പറയും. കാരണം രണ്ടിലും പെടാതെ ഇരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. അപ്പൊ ഈ ഒരു നമ്മൾ പറയൂ, രാമജന്മഭൂമി പരാജയമായി BJPന്റെ. രാമജന്മഭൂമി ഒരു പരാജയമില്ല. അത് ഇവിടുത്തെ വിശ്വാസികൾക്ക് അതൊരു ആശ്വാസമായിരുന്നു, അതൊരു മെസ്സേജ് ആയിരുന്നു, അതൊരു വേർഡ് ടു ദ വേൾഡ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളെ രാജ്യത്തെ ചവിട്ടി തുറക്കിയോന്ന് ഞങ്ങൾ തിരിച്ചെടുക്കുന്നുള്ള ഒരു താക്കീതായിരുന്നു, ഒരു ആൻസർ ടു ദ വേൾഡ്. അത് ഹോൾ വേൾഡിന് കൊടുക്കായിരുന്നു ഓരോ സ്ഥലങ്ങൾ വരുമ്പോ. അതൊക്കെ കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ട കാര്യങ്ങളാട്ടോ. അപ്പൊ അതൊക്കെ ഓരോ സ്ഥലങ്ങളും ഇപ്പൊ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒക്കെ അത് ഡിസ്കസ് ചെയ്യണം. പിന്നെ സെലിബ്രേഷൻ പണ്ടത്തിനേക്കാളും ഉപരി എല്ലാ ആൾക്കാരും ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ 3.5 ലക്ഷം മലയാളികൾ തന്നെ ഉണ്ട് ഒരു ഏരിയയിൽ തന്നെ ഇവിടെ ഡൽഹിയിൽ. എല്ലാരും ഹാപ്പിയാണ്. ഹാപ്പി എന്ന് വെച്ചാൽ ഇവരുടെ ഈ കൾച്ചറും ഈ എങ്ങോട്ട് നോക്കുമ്പോ അവർക്ക് അങ്ങോട്ട് പോവാണ്ട് ഇപ്പുറത്ത് കാണുന്ന BJP സർക്കാർ കൊണ്ടുവന്ന സംഗതികള് അപ്പുറത്തെ ബോർഡറിൽ കാണുന്ന തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായി. സ്പിരിച്വൽ ഇതിന് തന്നെയാണ് ഇവർ മുൻകൂട്ടം കൊടുത്തത്. ഇവർക്ക് അതിന്റെ ആത്മീയത വളരെയധികം, ഏത് പ്രായത്തിലുള്ളവനും ആത്മീയതയോടാണ്. ഒരു സിനിമ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ കുട്ടി അവൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു. ഭഗവത്ഗീതന്റെ വേർഡ്സ് കണ്ടപ്പോ, ഓപ്പൻഹൈമർ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു കൊച്ചുകുട്ടി, അവൻ ആരും അവിടത്തേക്ക് ഓടിച്ചു വിട്ടല്ല,
സ്ക്രീനിന്റെ മുമ്പിൽ ഓടി നിന്നിട്ട് ജയ് ശ്രീരാം വിളിച്ച്. സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി, ഇത്രയ്ക്കും ഇത് വന്നോന്നുള്ളത്. കാരണം എന്താ അറിയോ, ആ ഒരു ഇത് ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കുക, നമ്മൾക്ക് ഇതൊക്കെ ഉണ്ട്, നമ്മളാണ് ഇതിന്റെയൊക്കെ ആൾക്കാര്, അത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഒരു BJP സർക്കാരിനെ ഇവര് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് യോഗിന്റെ ഗ്രാഫ് ഇന്ന് എവിടെ എത്തി? തോറ്റു എന്ന് പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞു അവിടെ. അയോധ്യ ഒരു സ്ഥലത്ത് തോറ്റ്. അയോധ്യയിൽ തോൽക്കാൻ കാരണം എന്താണ്? BJP. നമുക്കറിയാലോ, ലക്ഷങ്ങളാണ് അവിടെ ഫണ്ട് ഒഴുകിയത്. എവിടുന്ന് വന്നു ആ ലക്ഷങ്ങൾ എന്നും നമുക്കറിയാം. ആ ഫണ്ട് 1.5 ലക്ഷം കൊടുക്കാത്ത ഒരു അടി, 1.5 ലക്ഷം പ്രോമിസ് ചെയ്ത വോട്ടേഴ്സ് അത് കൊടുക്കാത്തോണ്ട് അവിടെ ലഹള നടന്നു അയോധ്യയില്. അതെ, അത്തരത്തിലുള്ള വൈകാരികമായ വിഷയങ്ങളൊക്കെ തന്നെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി, ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡൽഹി അടക്കം ഇപ്പോൾ നേരത്തെ ജയസൂര്യൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബിലും ഭരണം നഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നു. ഡൽഹിയുടെ ഒരു പരിസ്ഥിതി വെച്ചിട്ട് ആം ആദ്മി പാർട്ടിയുടെ ഈ ഭാവിയെ എങ്ങനെ കാണുന്നു? ഞാൻ ഒരിക്കലും ആം ആദ്മി പാർട്ടി അതിനൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല. കാരണം ഒരു ലീഡർഷിപ്പിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കാരണം പ്രത്യയശാസ്ത്രമില്ലാത്തൊരു പ്രസ്ഥാനം, നമ്മൾ ആം ആദ്മി പാർട്ടിയിൽ നിൽക്കുക, അവർക്ക് ഒരു കേഡർ ഇല്ല, അവർക്ക് പിന്നെ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഇല്ല, അവർക്ക് പാർട്ടി അംഗത്വം ഇല്ല. അവരുടെ പാർട്ടി അംഗങ്ങളെ വിശേഷിപ്പിക്കുന്ന വോളണ്ടിയേഴ്സ് എന്നാണ്. ഇപ്പോൾ ആർക്ക് വേണേലും വരാം, ആർക്ക് വേണേലും പോകാം. ഇപ്പോൾ ഈ കേരളം ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിലൊക്കെ കുറെ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ നിന്നത് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ മുമ്പിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇരട്ട മുഖം, അദ്ദേഹത്തിന്റെ ആ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ മുഖം, കാരണം ഇതിന്റെ അകത്ത് ആശങ്കയും അത്ഭുതവുമില്ല. കാരണം പൊളിറ്റിക്സിലെ ഒരു ചൊല്ലുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അത് തന്നെയാണ്, അധികാരം ദുഷിപ്പിക്കും. എത്ര വലിയ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തെ അധികാരം ദുഷിപ്പിക്കും. അത് തന്നെയാണ് അരവിന്ദ് കേജ്രിവാൾ. കാരണം അദ്ദേഹത്തിന്റെ പൊയ്മുഖം, കാരണം അദ്ദേഹം ബേസിക്കലി ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്, വിശ്വാസ്യത ഇല്ലാത്ത ആളാണ്. കാരണം അത് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞത് അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ അദ്ദേഹത്തിനെതിരായി പറയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, എന്തായാലും ഡൽഹിയിൽ പ്രതിപക്ഷം ആം ആദ്മി പാർട്ടി തന്നെയാണ്. അങ്ങ് പറയുന്നു 43% വോട്ടുകൾ നേടി ആം ആദ്മി പാർട്ടി തന്നെ 22 സീറ്റുമായി പ്രതിപക്ഷ നിരയിലുണ്ട്. അപ്പോൾ ഈ കെജ്രിവാളിൻ്റെ പരാജയം, ഇപ്പോഴുണ്ടായി തിരിച്ചടി, ആം ആദ്മി പാർട്ടി ഒരു തിരുത്തൽ നടത്തി വീണ്ടും അവിടെ പ്രബല ശക്തിയായി മാറുമെന്ന് അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യമേ പല പാർട്ടികൾ പറയുകയുണ്ടായി, മറ്റു പലരും യോജിക്കുന്നുണ്ടായിരുന്നു. ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് സ്വീകാര്യമായിരിക്കാം, അല്ലായിരിക്കാം, എങ്ങനെയാണെങ്കിലും. അതല്ലാതെ എന്തിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി? പക്ഷേ ഇവിടെ ഒരു വിചിത്രമായ പ്രതിഭാസം എന്ന നിലയിലാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഉദയം ഉണ്ടായത്. അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കുമെന്ന ധാരണയും അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം അവസാനിച്ചു. ഇനി കെജ്രിവാളിനെ തിരുത്താൻ സമയമില്ല. ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അപജയം മാത്രമല്ല, അത് കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല എന്ന് പറയാൻ കാരണം, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് BJPയുടെ സമുന്നതരായ നേതാക്കന്മാർ പോലും പരാജയപ്പെട്ട് 2 സീറ്റിൽ ആ പാർട്ടി ലോക്സഭയിൽ ഒതുങ്ങിയ ഒരവസരം ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആ പാർട്ടി എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒന്നും മുൻകൂട്ടി പറയാൻ കഴിയില്ല. തെറ്റുകൾ തിരുത്താൻ, ജനങ്ങൾ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായാൽ ജനങ്ങളുടെ പക്ഷേ അവരെ സ്വീകരിച്ചു എന്ന് വന്നേക്കാം. തെറ്റുകൾ തിരുത്തിയാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരികെ വരാം. പക്ഷേ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രത്യേക പ്രതിഭാസം ഇനി ഏത് നിലയിലേക്ക് മാറും എന്നുള്ളത് ഇനി കാലമാണ് തെളിയിക്കേണ്ടത്. എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായി തിരിച്ചടി നൽകി. BJP അതിന് കൃത്യമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S ജയസൂര്യൻ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നുസ്രത് ജഹാൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്തേ.